SGV-IT@gmail.com എന്ന മെയിലിലേക്ക് ഒരുപാട് മെയിലുകൾ എത്തിയിട്ടുണ്ട് ഈ IT സംബന്ധമായ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വന്ന മെയിലുകൾ ഏറ്റവും കൂടുതൽ വന്നത് പല രീതിയിലും പലരുടെ ചോദ്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരേ ഒരു സംശയം, സിസ്റ്റം വളരെ സ്ലോ ആണ്, അതിനെന്താ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് സിസ്റ്റം സ്ലോ ആണ്. വാങ്ങി അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു, ഇല്ലെങ്കിൽ 2 മാസം കുഴപ്പമില്ലായിരുന്നു, 1 വർഷം കുഴപ്പമില്ലായിരുന്നു, പിന്നീട് സ്ലോ ആവല് തുടങ്ങി. ഇപ്പോൾ പ്രോഗ്രാമൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഓപ്പൺ ആയി വരുന്നത്. തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് അതിനകത്തേക്ക് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അത്തരം ഒരു പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ അപ്പൊ ആദ്യം നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തായാലും സിസ്റ്റം സ്ലോ ഒരുപാട് പേർക്ക് ഇല്ലേ, അതിപ്പോ നേരിടുന്നവരാരും റൂമിലുണ്ടോ? ചോദ്യം ചോദിച്ചവർ റൂമിലുണ്ടോന്ന് അറിയില്ല. മെയിലിലേക്ക് വന്നതാണ്, അതുകൊണ്ട് മെയിൽ ID വെച്ചിട്ട് ഇവിടുത്തെ ID അറിയാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ സിസ്റ്റം സ്ലോ ആവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ വാങ്ങിയൊന്നും കുഴപ്പമില്ലായിരുന്നു, ഇല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ തുടങ്ങും ഇതേ സെയിം പ്രോബ്ലം എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പൊ അതിന് ഒരുപാട് കാരണങ്ങൾ സിസ്റ്റം സ്ലോ ആവുന്നതിന് കാരണങ്ങളുണ്ട്. ഒന്നാമത് ഇപ്പോ ഞാൻ പറയുന്ന ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ബൈലക്സ് ഉപയോഗിക്കുന്നവര്, നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് മറ്റ് സോഫ്റ്റ്വെയറുകൾ, സോഷ്യൽ മീഡിയകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ബൈലക്സിനോടൊപ്പം തന്നെ പലരുടെയും സിസ്റ്റത്തിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും സ്കൈപ്പ്, അതുപോലെ ജിടോക്ക്, ഫേസ്ബുക്ക്, ജിമെയിൽ, യാഹു തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് മാത്രം നമ്മൾ ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ളത്, ഉദാഹരണം ബൈലക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ സ്കൈപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയല്ല. അത് ചിലപ്പോൾ വീട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടും സംസാരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് എക്സിറ്റ് അടിച്ചിട്ട് ഒഴിവാക്കുക, സ്കൈപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുപോലെ ജിമെയില്, ജിടോക്ക് രണ്ടും ഒന്നെങ്കിൽ ബ്രൗസറിനകത്ത് മെയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതോടൊപ്പം തന്നെ ജിടോക്ക് അതിന്റെ സോഫ്റ്റ്വെയർ വേറെ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനകത്തും നമുക്ക് അതിന്റെ സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന ആ ഭാരം നമുക്കൊന്ന് കുറക്കാൻ പറ്റും. ഉദാഹരണത്തിന് ജിടോക്ക് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, അതും ജിമെയിൽ ഒരേ സമയത്ത് തന്നെ ഓപ്പൺ ചെയ്ത് വെക്കണമെന്ന് നിർബന്ധമുള്ളവരുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോമിനകത്ത് മെയിൽ ഓപ്പൺ ചെയ്താൽ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ജിടോക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ജിടോക്ക് എന്നുള്ള പ്രത്യേക സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക, നമുക്ക് ഒഴിവാക്കാം. സംസാരിക്കാനെല്ലാം അതിനകത്ത് നമുക്ക് പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രോസസ്സറിന് കൊടുക്കുന്ന ഭാരം അത്രയും നമുക്ക് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ബൈലക്സിന്റെ കൂടെ തന്നെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സ്കൈപ്പ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്യുക. ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കും, അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാരം നമ്മുടെ പ്രോസസ്സറിന് കുറഞ്ഞു കിട്ടും. അതോടൊപ്പം ഈ യാഹു, അതുപോലെ ഫേസ്ബുക്കിനകത്ത് ചിലപ്പോൾ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഓൺ ചെയ്തിട്ട് അവിടെ വീഡിയോ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ബൈലക്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും, അതോടൊപ്പം തന്നെ പുറത്ത് യാഹു വർക്ക് ചെയ്യുന്നുണ്ടാവും, പിന്നെ സ്കൈപ്പ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ഓൺ ചെയ്ത് വെക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ വർക്ക് ചെയ്യാനുള്ള സ്പീഡ് നമ്മുടെ നെറ്റിന്, മിക്ക ആളുകളുടെയും നെറ്റൊന്നും വലിയ സ്പീഡുള്ളതൊന്നും ആവില്ല. ഒരു മിനിമം സ്പീഡ് എന്തെങ്കിൽ ഒരു 512 kbps/s സ്പീഡോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള സ്പീഡുള്ള നെറ്റുകളാണ് കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത്. അപ്പൊ അപൂർവമായിട്ട് ചിലർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതെ നിംബസ് ഒക്കെ അതിനകത്ത് പെട്ട തന്നെ. ഏതായാലും നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഓൺ ചെയ്ത് വെക്കുക. എത്രയും നമ്മൾ ഓൺ ചെയ്ത് വെക്കുന്നോ അതിനൊക്കെ നമ്മുടെ നെറ്റ് അത്രയും സ്ലോ ആയിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രോസസ്സിങ്, നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന അതിനും ഭാരം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് സമയം എടുക്കും അത് ഓപ്പണായി വരാൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം നമ്മൾ ഓൺ ചെയ്ത് വെക്കുക. പിന്നെ അധിക പേരും കമ്പ്യൂട്ടർ രാവിലെ വരും വലിയ എപ്പോഴെങ്കിലും അത് ഓൺ ചെയ്യുമ്പോൾ ആവശ്യം സമയത്ത് അതാണ് ഓപ്പൺ ചെയ്യും, ആവശ്യം കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, അത് ഷട്ട് ഡൗൺ ചെയ്തിട്ട് നേരെ എടുത്തിട്ട് അവിടെ വെക്കും.
പിന്നെ പിറ്റേന്ന് വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യും, വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതേ സമയത്ത് കമ്പ്യൂട്ടറിനകത്ത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ റൂം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ റൂമിനകത്ത് എന്നും അതിന്റെ ഡോറ് തുറന്ന് നമ്മൾ അതിനകത്ത് കയറി നമ്മുടെ ഉറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അതുപോലെ വെളിയിൽ പോകുമ്പോൾ അത് ക്ലോസ് ചെയ്ത് പോവുക, വീണ്ടും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളത് ഒന്ന് ക്ലീൻ ചെയ്യുക, അടിച്ചു വാരാതെയും തുടക്കാതെയും ക്ലീൻ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിനകത്തും നമുക്ക് ഒരുപാട് കമ്പ്യൂട്ടറിനകത്ത് ആവശ്യമില്ലാത്ത കച്ചറകൾ അടിഞ്ഞുകൂടും. അതിൽ പെട്ടതാണ് ഈ ടെമ്പററി ഫയല്. നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ബ്രൗസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടെമ്പററി ഫയലുകൾ അതിനകത്ത് അടിഞ്ഞു കൂടുന്നുണ്ട്. അതൊന്നും നമ്മൾ പലരും ശ്രദ്ധിക്കാറേ ഇല്ല. ശരിക്കും നമ്മൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് അത്തരം ടെമ്പററി ഫയലുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ഡിസ്കൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്തത് അന്നത്തെ ബ്രൗസിംഗിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുക്കീസുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഷട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നതെങ്കിൽ പിന്നീട് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കമ്പ്യൂട്ടറിന്റെ സ്പീഡിനകത്ത്. പിന്നെ എല്ലാവരും പറയുന്നത് വാങ്ങിയ സമയത്ത് ഇല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്ത് കുറച്ച് കാലങ്ങളിൽ നല്ല സ്പീഡാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്ലോ ആവുന്നു എന്നുള്ളതാണ് മറ്റൊരു പരാതി. അതിന്റെ മെയിൻ കാരണം ഫോർമാറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ വിൻഡോസ് അതിന് ഡിഫോൾട്ടായിട്ട് വരുന്ന ഏതാനും ചില സോഫ്റ്റ്വെയറുകൾ മാത്രമേ അതിനകത്ത് ഉണ്ടാകുള്ളൂ. അതല്ലാത്തതൊക്കെ പിന്നീട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ റൺ ചെയ്യേണ്ട വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പൊ ആദ്യം നമ്മളെ മുന്നിൽ കാണുന്നത് ഓക്കെ, അത് പറയാം, എങ്ങനെ ക്ലീൻ ചെയ്യുന്ന പറയാം. നമ്മളെ മുന്നിൽ കാണുന്ന റൺ ചെയ്യുന്ന വിൻഡോ കാണുന്ന നമ്മളെ മുന്നിൽ കാണുന്നത് നെക്സ്റ്റ് എന്ന ബട്ടൺ ആയിരിക്കും. നമ്മൾ അത് ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്താൽ അടുത്തത് കാണുന്ന വേറൊരു നെക്സ്റ്റ് കാണും, ഉടനെ തന്നെ അതും ക്ലിക്ക് ചെയ്യും. അങ്ങനെ നെക്സ്റ്റ് എവിടെയൊക്കെ കാണുന്നോ അതെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്ത് പോകും. അതിന്റെ അടിയിൽ എവിടെയെങ്കിലും ടിക്ക് ചെയ്യാണ്ടെങ്കിൽ അതും ടിക്ക് ചെയ്തിട്ട് അങ്ങനെ പോകും. ലാസ്റ്റ് എവിടെയാണോ ഫിനിഷ് എത്തുന്നത് അതുവരെ നമ്മൾ നെക്സ്റ്റ് അടിച്ചിട്ടാണ് പോകും. അതിന്റെ അടിയിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും അവര്, നമുക്ക് അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അതൊന്നും ആരും വായിച്ചു നോക്കൂല. അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ വെറും നെക്സ്റ്റ് മാത്രം അടിച്ചു പോയിട്ട് ലാസ്റ്റ് ഫിനിഷിലെത്തുമ്പോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയറിനൊപ്പം വേറൊരു 4-5 ഫ്രീ ആയിട്ട് അതിന്റെ കൂടെ വരും. അതിന്റെ കൂടെ വരുന്നതിൽ അധികവും ഇന്റർനെറ്റ് ടൂൾ ബാറുകളോ ഇല്ലെങ്കിൽ രജിസ്ട്രി ക്ലീനറോ അതുപോലത്തെ സോഫ്റ്റ്വെയറുകളൊക്കെ ആയിരിക്കും അതിന്റെ കൂടെ വരുന്നത്. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും നമ്മൾക്ക് ആവശ്യമില്ലെങ്കിലും. ഇപ്പോൾ ചിലരുടെയൊക്കെ ഇന്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീനിന്റെ ആ പേജിന്റെ ഹാഫ് ഭാഗം വരെ വെറും ടൂൾ ബാറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കുറഞ്ഞൊരു ഭാഗത്ത് മാത്രമേ പേജ് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇല്ല ഓരോന്ന് ക്ലീൻ ചെയ്യുന്ന എങ്ങനെ നമ്മൾ പറയാം. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇതിന്റെ സ്ലോ ആവുന്നതിന്റെ കാരണങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം ഇൻഷാല്ലാ നമുക്കത് ഓരോന്നായിട്ട് എങ്ങനെയാണ് അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അത്തരം സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അത് ഓരോ വിൻഡോയിലേക്ക് മാറുമ്പോഴും അത് വായിക്കണം. അതിനകത്ത് വരുന്ന എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്നുള്ളത് നമ്മൾ വായിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതിനകത്ത് അത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസും അവർ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ കാണാത്ത ഏതെങ്കിലും ചെറിയ ഭാഗത്ത് ചെറിയൊരു ടിക്ക് ചെയ്ത് വെക്കുക, എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടാവുള്ളൂ, ചെറിയൊരു ഡോട്ട് ഇടാൻ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അതൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറുകളൊന്നും അനാവശ്യ സോഫ്റ്റ്വെയറുകളൊന്നും നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ആവില്ല. അപ്പൊ അതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ നെക്സ്റ്റ് കാണുന്നിടത്തെല്ലാം ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് കയറിയിരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഇന്റർനെറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവുന്നുണ്ടാവും. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് നമ്മൾ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല, നമ്മുടെ സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അതും നമ്മുടെ സിസ്റ്റത്തിനകത്ത് സിസ്റ്റം സ്ലോ ആക്കുന്നതിന്റെ ഒരു മെയിൻ കാരണമാണ്. അതോടൊപ്പം തന്നെ പലരുടെയും മറ്റൊരു പ്രശ്നം, സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടേ അത് ഫുള്ള് കറക്റ്റായിട്ട് ഓൺ ആയിട്ട് വരുള്ളൂ. ഒരു മെയിലിൽ വന്ന ചോദ്യം അതുപോലെ പറയുകയാണെങ്കിൽ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും ഓണായി വരാൻ. കുറെ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ബൈലക്സ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അതിന് മുന്നൊന്നും എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം മൊത്തം ഹാങ് ആയിട്ട് നിൽക്കുമെന്നുള്ളത്.
അതിന്റെ മെയിൻ കാരണം നമ്മളുടെ ഇപ്പോൾ പലരുടെയും സിസ്റ്റം ചിലപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്ത് ബൈലക്സ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ എന്താവും ഓൺ ആയിട്ട് വരും. ബൈലക്സ് അതുപോലെ പിന്നെ ഗൂഗിൾ ടോക്ക് അതുപോലെ സ്കൈപ്പ്, പിന്നെ കൂടുതൽ പേരും ഈ മെനി ക്യാം യൂസ് ചെയ്യുന്നവരുണ്ട്. മെനി ക്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്യുന്നതോട് കൂടി തന്നെ അതെല്ലാം ഓൺ ആയിട്ട് വരും. അപ്പൊ ഇതെല്ലാം റൺ ചെയ്ത് വരാനുള്ള ആ ഒരു ടൈമിംഗ് ആണ് നമ്മുടെ സിസ്റ്റം ഓണായി വരാൻ അത്രയും സമയം എടുക്കുന്നത്. അതിനകത്തൊക്കെ നമുക്ക് നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ഒരുമിച്ച് ഓണായി വരണം എന്നുള്ളൊരു പിടിവാശി ഉണ്ടായത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് എന്ത് ചെയ്യുന്നത് ഒഴിവാക്കാത്തത്. അതല്ല അതുപോലെ തന്നെ നമ്മളൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ്. സത്യത്തിൽ ഇപ്പൊ ബൈലക്സ് ആയാലും ഏത് സോഫ്റ്റ്വെയറുകളായാലും അപ്പൊ നമ്മൾക്ക് ഈ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിൻഡോസ് കറക്റ്റായി വർക്ക് ആയതിന്റെ ശേഷം നമുക്ക് ബൈലക്സ് ഓപ്പൺ ചെയ്താൽ മതി. അതുപോലെ സ്കൈപ്പ് പോലത്തെ ഏത് നമുക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഏതാണെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്ത് നമ്മുടെ സിസ്റ്റം ഓണായി വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒപ്പം ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു സാധനം നമ്മുടെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ കൂടെ പിന്നെ എന്തായിക്കോട്ടെ ഓൺ ആവുന്നത് കുഴപ്പമില്ലാത്ത കാര്യം. അതുപോലെ തന്നെ ബൈലക്സ് പിന്നെ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കോൾ ചെയ്യുന്നതോ ചാറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഏതൊരു സോഫ്റ്റ്വെയറുകളായാലും മെയിലിൻ്റെതായാലും അതും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മുടെ സിസ്റ്റത്തിന്റെ സ്പീഡ് ഒരു പരിധി വരെ നമുക്ക് പിന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു മിനിറ്റ് ഞാനൊന്ന് DND ഇട്ടോട്ടെ. എല്ലാവരും ക്ഷമിക്കുക, ഒരു മിനിറ്റ്. എനിക്ക് വിൻഡോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, സോറി. അപ്പൊ ഇനി പിന്നെ നമുക്കിനി ഫസ്റ്റ് തന്നെ തുടങ്ങിയെടുത്തത് തന്നെ പോവാം. ടെമ്പററി ഫയലുകൾ, ആവശ്യമില്ലാത്ത ടെമ്പററി ഫയലുകൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് ഒരുപാട് പേര് ഇപ്പൊ PM ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അതിന് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് അത് വിൻഡോസ് XP ആയാലും വിൻഡോസ് 7 ആയാലും വിസ്റ്റ ആയാലും ആരാലും യൂസ് ചെയ്യുന്ന നിങ്ങളെ കീബോർഡിനകത്ത് ഒരു വിൻഡോസിന്റെ ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ഏതാണെന്നറിയോ? വിൻഡോസിന്റെ ഒരു കീ ഉണ്ട് നിങ്ങളെ കീബോർഡില്, അറിയാലോ അല്ലേ? സ്റ്റാർട്ട് അല്ല, വിൻഡോസ് കീ ഉണ്ട്, എഴുതി വെച്ചാൽ ഉപകരിക്കും. വിൻഡോസ് കീ ഉണ്ട്. വിൻഡോസിന്റെ 4 കളറിൽ വരുന്ന ഒരു ലോഗോ ഉണ്ട്. ഓൺ ചെയ്യുന്ന സമയത്ത് 4 കളർ കാണിക്കുന്ന അതേപോലത്തെ ഒരു ബട്ടൺ നമ്മുടെ സിസ്റ്റത്തിനകത്ത് കീബോർഡിനകത്തുണ്ട്. ഇനി ആ ബട്ടൺ അറിയുന്നവരാണെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് R എന്ന ബട്ടൺ അടിച്ചു കഴിഞ്ഞ് നമ്മുടെ സിസ്റ്റത്തിന് റൺ എന്ന ഒരു ചെറിയ വിൻഡോ കിട്ടും. അത് ഓപ്പൺ ചെയ്യാം. അത് അറിയാത്തവരാണെങ്കിൽ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ, വിൻഡോസ് XPയിലാണെങ്കിൽ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ റണ്ണ് കാണാൻ സാധിക്കും. വിൻഡോസ് 7 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സെർച്ച് എന്ന് കാണുന്നിടത്ത് റൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് റൺ എന്നൊരു ചെറിയ വിൻഡോ കിട്ടും. അതിനകത്ത് ആ വിൻഡോക്കകത്ത് നിങ്ങൾ ഇതുപോലെ പ്രസന്റ് എന്നുള്ള ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അത് ഓപ്പൺ ആയി വരുന്ന അതിനകത്ത് കാണുന്ന എല്ലാ ഫയലുകളും ടെമ്പററി ഫയലുകളാണ്. F6 അല്ല, നോർമൽ 6, 6 എന്ന അക്ഷരം, നമ്പർ അല്ല പറഞ്ഞത്. ഓക്കെ, 6 ഇംഗ്ലീഷ് ലെറ്ററിലെ 6 എന്ന ലെറ്റർ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഈ പ്രസന്റ് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വിൻഡോ ഓപ്പൺ ആയി വരും. എൻ്റർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്നത് എല്ലാം ടെമ്പററി ഫയലുകളാണ്. അത് നിങ്ങൾ Ctrl+A അടിച്ചിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതെല്ലാം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും ഏതൊരു സംഗതി ഡിലേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു കാര്യം ഡിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കീബോർഡിൽ കാണുന്ന ഡിലേറ്റ് ബട്ടൺ ഡയറക്റ്റ് ആണ് പ്രസ് ചെയ്യും. അതോടുകൂടി സംഗതി ഡിലേറ്റ് ആവുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് പോകുന്നില്ല. നിങ്ങൾ എവിടെ നിന്നാണോ ഡിലേറ്റ് ചെയ്തത് ആ ഭാഗത്തു നിന്ന് അത് പോകും. അതേസമയത്ത് സിസ്റ്റത്തിനകത്തു നിന്ന് അത് പോകുന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഏതൊരു സംഗതി നമുക്ക് ആവശ്യമില്ല, സ്ഥിരമായിട്ട് ഡിലേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഡിലേറ്റ് ബട്ടൺ അടിക്കുക. ഷിഫ്റ്റ് ഡിലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും സിസ്റ്റത്തിൽ നിന്ന് പോവുള്ളൂ. ഓക്കെ, ഷിഫ്റ്റ് ഡിലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ റണ്ണില് ഓപ്പൺ ചെയ്ത ആ വിൻഡോക്ക് Ctrl+A അടിച്ചിട്ട് മുഴുവൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് ഡിലേറ്റ് അടിക്കുക. ഡിലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 ഫയൽ ഡിലേറ്റ് ആവില്ല.
അത് പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു വിൻഡോ വരും, ട്രൈ അഗൈൻ അല്ലെങ്കിൽ സ്കിപ്പ്, ക്യാൻസൽ എന്ന് പറഞ്ഞ 3 ഓപ്ഷനോട് കൂടിയിട്ടുള്ള ചെറിയ വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് നിങ്ങൾ സ്കിപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പൊ അതിനകത്ത് 1, 2, 3 ഇല്ലെങ്കിൽ പിന്നെ അത്രേ വരുള്ളൂ, 2, 3 ഫയലുകൾ അതിനകത്തും ഡിലേറ്റ് ആവില്ല. ഓക്കെ, അത് പ്രശ്നമില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അതിനകത്തും ഡിലേറ്റ് ആവും. അങ്ങനെ ചെയ്ത് ഞങ്ങൾ സിസ്റ്റത്തിനകത്തുള്ള ടെമ്പററി ഫയലുകളെല്ലാം ക്ലീൻ ആയി. ഇനി അടുത്തത് വേറൊന്നുണ്ട്, നമ്മളെ ബ്രൗസിംഗ് കുക്കീസ്. നമ്മൾ ഒരു ഇന്റർനെറ്റ് ബ്രൗസർ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഇന്ന് എന്തൊക്കെയോ നോക്കിയോ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകളും അതിനകത്തുണ്ടാവും. ബ്രൗസിംഗ് ഹിസ്റ്ററി, ആ ഹിസ്റ്ററിക്കകത്ത് കംപ്ലീറ്റ് ഏതൊക്കെ സൈറ്റിനകത്ത് നമ്മൾ കയറിയോ, ഏതൊക്കെ വിൻഡോ ഓപ്പൺ ആക്കിയോ, അതെല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടാവും. അപ്പൊ അതെല്ലാം നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇന്റർനെറ്റ് ഓപ്ഷന്റെ ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ ഇന്റർനെറ്റ് ഓപ്ഷൻ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ടൂൾസ് എടുത്താലും മതി, അതല്ലെങ്കിൽ കൺട്രോൾ പാനലിൽ പോയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ജനറൽ വിൻഡോക്കകത്ത് തന്നെ കാണിക്കും ഡിലേറ്റ് എന്ന് എഴുതിയിട്ട്, ബ്രൗസിംഗ് ഹിസ്റ്ററി എന്നൊരു ചെറിയ ഹെഡിങ് കൊടുത്തിട്ട് അതിനകത്ത് ഡിലേറ്റ് എന്ന് കാണിക്കും. ആ ഡിലേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്നതെല്ലാം നമ്മൾക്ക് ആവശ്യമില്ല. ഇപ്പൊ ഏതെങ്കിലും പാസ്വേഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ പാസ്വേഡ് എന്ന് കാണിക്കുന്ന കോളത്തിലെ ടിക്ക് ഒഴിവാക്കിയാൽ മതി. ബാക്കി കാണുന്ന ഹിസ്റ്ററി, കുക്കീസ്, ടെമ്പററി ഇന്റർനെറ്റ് ഫയല്, ഡൗൺലോഡ് ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ടിക്ക് ചെയ്തിട്ട് ഡിലേറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി കൺഫർമേഷൻ ആയിട്ട് ഒന്നുകൂടി ചോദിക്കും യെസ് ഓർനോ. അതിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഡിലേറ്റ് ആവും. പക്ഷെ കഴിയുന്നത് നിങ്ങൾ പാസ്വേഡ് ഉൾപ്പെടെ ഓക്കെ ഇന്റർനെറ്റ് ഓപ്ഷൻസ് എടുക്കുക. നിങ്ങൾ ഇന്റർനെറ്റ് ബ്രൗസർ ആദ്യം ഓപ്പൺ ചെയ്യുക. ഇന്റർനെറ്റ് എക്സ്പ്ലോറിനാണ് പറയുന്നത്. ഇന്റർനെറ്റ് എക്സ്പ്ലോറിൽ നിങ്ങൾ ഇന്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ചെറിയ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ റൗണ്ട് കൊടുത്തിട്ടുണ്ടാവും, നമ്മുടെ പൽചക്രം പോലത്തെ ഒരു ഇത് സെറ്റിംഗ്സിന്റെ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓപ്ഷൻ എന്നൊരു ഗൂഗിൾ ക്രോം പറയാം, അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓപ്ഷൻ എന്നൊരു ഇത് ഏറ്റവും താഴെയായിട്ട് കാണാൻ സാധിക്കും. ആ ഇന്റർനെറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നിങ്ങൾ കാണാൻ ജനറൽ, സെക്യൂരിറ്റി, പ്രൈവസി, കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കണക്ഷൻ, പ്രോഗ്രാം, അഡ്വാൻസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉള്ളത്. അതിനകത്ത് ഫസ്റ്റ് മെനു, അതായത് ജനറൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് താഴെയായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ബ്രൗസിംഗ് ഹിസ്റ്ററി എന്ന ചെറിയൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിനകത്ത് ഡിലേറ്റ് സെറ്റിംഗ് എന്ന 2 ബട്ടൺ കാണാൻ സാധിക്കും. അല്ല ഡിലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു വിൻഡോ, ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് ടെമ്പററി ഇന്റർനെറ്റ് ഫയല്, അതുപോലെ കുക്കീസ്, ഹിസ്റ്ററി, ഡൗൺലോഡ് ഹിസ്റ്ററി, ഫോം ഡാറ്റ, അതുപോലെ പാസ്വേഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാം. അതിനകത്ത് കഴിയുന്നതും എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഡിലേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഒരു കാരണവശാലും നമ്മളെ ഇന്റർനെറ്റിനകത്ത്, നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു പാസ്വേഡ് നമ്മൾ സേവ് ചെയ്ത് വെക്കരുത്. എപ്പോഴും നമുക്ക് പാസ്വേഡ് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് നമ്മൾ അത് ടൈപ്പ് ചെയ്ത് മറന്നു പോകുന്നവരാണെങ്കിൽ എവിടെയും എഴുതി വെച്ചിട്ട് ആ സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. അത് ചില കൂടുതൽ പേരും നെറ്റ് ബാങ്കിങ്, അതുപോലെ ക്രെഡിറ്റ് കാർഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം ഓൺലൈനാണല്ലോ, ഓൺലൈനിലൂടെ ചെയ്യുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ, ബാങ്ക് സംബന്ധമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ അതിനകത്ത് ഒരു വിർച്വൽ കീബോർഡ് കിട്ടും. അതിനകത്ത് അവരുടെ ഒരു കീബോർഡ് ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ കൈകൊണ്ട്, അതായത് നിങ്ങളെ വിരലുകൾ കൊണ്ട് നിങ്ങളെ മുന്നിലുള്ള കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഏത് ബാങ്കിന്റെ ആണെങ്കിലും ക്രെഡിറ്റ് കാർഡിന്റെ ആയാലും അതിനകത്ത് നിങ്ങൾക്ക് പാസ്വേഡ് അടിക്കുന്ന സമയത്ത് അവിടെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഒരു കീബോർഡിന്റെ. ആ കീബോർഡ് യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ചില വൈറസുകൾക്ക് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് സ്ക്രീൻ ചെയ്യാനുള്ള കഴിവ് ഒട്ടുമിക്ക വൈറസുകൾക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന, ഇപ്പൊ നിങ്ങളുടെ ഉദാഹരണത്തിന് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് അത്തരം ഏതെങ്കിലും ഒരു വൈറസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം അതുപോലെ ആ വൈറസ് ആരാണോ നിങ്ങൾക്ക് തന്നത് അവരുടെ സിസ്റ്റത്തിൽ അവർക്ക് കാണാൻ സാധിക്കും. അപ്പൊ കഴിയുന്നതും ടൈപ്പിംഗ് ഒഴിവാക്കിയിട്ട് പാസ്വേഡ് അടിക്കുന്ന സമയത്ത് അത്തരം കീബോർഡുകൾ യൂസ് ചെയ്യുക. അപ്പൊ പറഞ്ഞു വന്നത്, ഇത്തരം ഇന്റർനെറ്റ് ബ്രൗസറുകളിലൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്വേഡുകളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മളത് യൂസ് ചെയ്തിട്ട് അപ്പോൾ ലോഗിൻ ചെയ്യുക എന്നല്ലാതെ സ്ഥിരമായിട്ട് സേവ് ചെയ്ത് വെക്കരുത്. ഇനി അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ
ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ടെമ്പററി ഫയലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഗൂഗിൾ ക്രോമിന്റെ ഞങ്ങൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ലൈന് കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ? ഗൂഗിൾ ക്രോമിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ അഡ്രസ് ബാർ കഴിഞ്ഞതിന് ശേഷം ഒരു 3 ലൈന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് അതിന്റെ സെറ്റിംഗ്സ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻസിന്റെ ഒരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അതുവരെ എടുത്തിട്ടുള്ള ബ്രൗസിംഗ് ഹിസ്റ്ററി കംപ്ലീറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് അതിനകത്ത് മുകളിലായിട്ട് കാണുന്ന ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്ന് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഓപ്ഷൻസുകൾ വരും. ക്ലിയർ ബ്രൗസിംഗ് ഹിസ്റ്ററി, ക്ലിയർ ഡൗൺലോഡ് ഹിസ്റ്ററി, ഡിലീറ്റ് കുക്കീസ് ആൻഡ് അതർ സൈറ്റ് ആൻഡ് പ്ലഗിൻ ഡാറ്റ തുടങ്ങിയിട്ടുള്ള ഒരു 8ഓളം വരുന്ന ഓപ്ഷൻസുകൾ അതിനകത്ത് വരും. അതെല്ലാം സെലക്ട് ചെയ്യുക. അതിന്റെ താഴെ കാണും ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ക്രോമിനകത്ത് യൂസ് ചെയ്യുന്നവർക്ക്, ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നവർക്ക് അതിന്റെ ടെമ്പററി ഇന്റർനെറ്റ് ഫയലുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നവര് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചാലും ഗൂഗിൾ ക്രോമിന്റെ ഒരുപാട് ഫയലുകൾ സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗൂഗിൾ ക്രോം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഗൂഗിൾ ക്രോം ഒരുപാട് വർക്ക് ചെയ്ത് ഈ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നവർക്ക് പലർക്കും സിസ്റ്റം സ്ലോ ആവാൻ സാധ്യതയുണ്ട്. കാരണം അതിന്റെ ഒരുപാട് ഫയലുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വരാതെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിന്റെ ടാസ്ക് ബാറിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റാർട്ട് ടാസ്ക് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അല്ലേ? ടാസ്ക് ബാർ അറിയില്ലേ? നമ്മളെ കമ്പ്യൂട്ടറിന്റെ താഴെ കാണുന്ന, അതായത് സ്റ്റാർട്ട് എല്ലാം ഉള്ള കാണുന്ന, നിങ്ങൾക്ക് ക്യാം ഓപ്പൺ ചെയ്താൽ അതിനകത്ത് കാണാൻ സാധിക്കും. കാണുന്ന ഈ ബാറാണ് ടാസ്ക് ബാർ. അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വിൻഡോ വരും, ഒരു ചെറിയ വിൻഡോ. ഓക്കെ, ക്ലിയർ അടിച്ചിട്ട് ഡിലേറ്റ് ആകുന്നില്ലല്ലോ. ഏതിലാണ് അബൂഫായിസ് ഉസ്താദ്? ഏതിലാണ്? ഓക്കെ, ഇൻഷാല്ലാ അത് നിങ്ങൾ നോക്കിയിട്ട് നടക്കാത്ത സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് ഓർഡർ അനുസരിച്ച് ഒന്ന് പറഞ്ഞു പോവാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളെ ടാസ്ക് ബാറിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ ഒരു വിൻഡോ ആണ്. ഇതിനകത്ത് നിങ്ങൾ കാണാൻ സാധിക്കും സ്റ്റാർട്ട് ടാസ്ക് മാനേജർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വിൻഡോസ് ടാസ്ക് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. ഓക്കെ, അതിനകത്ത് ആപ്ലിക്കേഷൻസ് എന്ന് കഴിഞ്ഞ ദിവസം പ്രോസസ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അതിനകത്ത് ഗൂഗിൾ ക്രോമിന്റെ ഒരുപാട് ഫയലുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഗൂഗിൾ ക്രോം നിങ്ങൾ ക്ലോസ് ചെയ്താലും അതിനകത്ത് ഒരുപാട് ഫയലുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് നമ്മുടെ സിസ്റ്റത്തിന് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആവശ്യമില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഗൂഗിൾ ക്രോം. അതിനായിട്ട് ഈ ഗൂഗിൾ ക്രോമിന്റെ നേരത്തെ എടുത്ത സെറ്റിംഗ്സ് എന്ന, നേരത്തെ കണ്ടല്ലോ റൈറ്റ് സൈഡിൽ 3 ലൈൻ എന്ന് പറഞ്ഞില്ല, അതിന്റെ സെറ്റിംഗ്സ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻസ് വിൻഡോ വരും. അതിനകത്ത് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് കണ്ടോ? ക്യാം ബ്ലാക്ക് ആണല്ലോ. ഓക്കെ, ക്യാമിനകത്ത് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഓക്കെ, ക്യാം ശ്രദ്ധിക്കണ്ട. അപ്പൊ ഗൂഗിൾ ക്രോമിൽ അതിന്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞിട്ട് ആ പേജ് താഴോട്ട് കൊണ്ടുവരിക. ഏറ്റവും താഴെ കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ താഴെ കാണാം ഷോ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ. ഷോ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ കാണാം. കണ്ടില്ലേ? അതിന്റെ സെറ്റിംഗ്സ് ഗൂഗിൾ ക്രോമിന്റെ റൈറ്റിൽ കാണുന്ന ഓപ്ഷൻ ബാറിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെറ്റിംഗ്സ് പേജ് വരും. അതിനകത്ത് ഏറ്റവും താഴെ, ആ പേജിന്റെ ഏറ്റവും താഴെ ഷോ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് കാണാം. ആ ഷോ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ പേജ് ഒന്നും കൂടി വലുതാവും. എന്നിട്ട് അത് താഴോട്ട് തന്നെ കൊണ്ടുവരിക. വീണ്ടും പേജ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനൊരു സിസ്റ്റം എന്നൊരു ഓപ്ഷൻ കാണാം. ഒരു ചെറിയൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും സിസ്റ്റം എന്ന്. ക്യാം ക്ലിയർ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. സിസ്റ്റം എന്ന് കാണാം. അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കണ്ടിന്യൂ റണ്ണിങ് ബാക്ക്ഗ്രൗണ്ട്
ആപ്സ് വെൻ ഗൂഗിൾ ക്രോം ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്ത് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ടിക്ക് ഒഴിവാക്കുക. ആ ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ക്രോം ബ്രൗസർ ക്ലോസ് ചെയ്താലും പിന്നെ എന്തുണ്ടാവില്ല, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഗൂഗിൾ ക്രോം എന്ത് ചെയ്യില്ല, റൺ ചെയ്യില്ല. അത് ടിക്ക് ഒഴിവാക്കുക. എന്നിട്ട് നമുക്ക് ആ സെറ്റിംഗ്സ് വിൻഡോ ക്ലോസ് ചെയ്യാം. അപ്പൊ അത് ക്ലോസ് ചെയ്ത് തന്നെ ഒരുപാട് ഈ ക്രോമിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒക്കെ തീർച്ചയായിട്ടും ഒന്നും കൂടി പറയാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിന്റെ റൈറ്റ് സൈഡിലുള്ള സെറ്റിംഗ്സ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ആ പേജിന്റെ ഏറ്റവും താഴെയായിട്ട് ഷോ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ പേജ് ഒന്നുകൂടി താഴോട്ട് തന്നെ വരും. ഓക്കെ, അതിന്റെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം എന്ന് ചെറിയൊരു ഹെഡിങ് കൊടുത്തിട്ട് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് ഫസ്റ്റ് തന്നെ കണ്ടിന്യൂ റണ്ണിങ് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് വെൻ ഗൂഗിൾ ക്രോം ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ഓപ്ഷന് അതിനകത്ത് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടിക്ക് ഒഴിവാക്കുക, അൺസെലക്ട് ചെയ്യാതെ. ഓക്കെ, അത്രേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ക്ലോസ് ചെയ്താലും വർക്ക് ആവുന്നില്ല. പിന്നെ അത് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ സിസ്റ്റം ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഗൂഗിൾ ക്രോം വർക്ക് ആവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഫയലുകൾ ഈ ഗൂഗിൾ ക്രോമിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രയും നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൊസസ്സർ അത്രയും വർക്കായിക്കൊണ്ടിരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ ഒരു ഹാർഡ് വർക്ക് ഇട്ട് ഒരുപാട് ജോലികൾ ഒരേ സമയത്ത് തന്നു കഴിഞ്ഞാൽ ആ ക്ഷീണം ഉണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും സംഭവിക്കും. പിന്നെ ബൈലക്സ് പോലത്തെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവര്, പ്രത്യേകിച്ച് ബൈലക്സ് അതുപോലെ സ്കൈപ്പ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ കഴിയുന്നതും നിങ്ങളുടെ റാം കപ്പാസിറ്റി മിനിമം ഒരു 1 GB എങ്കിലും ആക്കാൻ ശ്രമിക്കുക. ഒക്കെ ഒരു 1 GB എങ്കിലും, മെയിനായിട്ട് ഈ വെബ് ക്യാം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവര്. പിന്നെ ഒരു സുഹൃത്ത് ഒരു ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ വളരെ സീരിയസ് ആയി കോഴിക്കോട് മിംസിലെ അത്യാഹിത വിഭാഗത്തിലാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് പബ്ലിക്കിൽ ടെക്സ്റ്റ് അടിച്ചിട്ടുണ്ട്. റേഡിയോ ശ്രോതാക്കൾക്കും കൂടി വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ക്ലാസ് റൂമിൽ ഉസ്താദ്മാര് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉസ്താദ്മാരൊക്കെ വരും, തീർച്ചയായിട്ടും ദുആയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ ഗൂഗിൾ ക്രോമിന്റെ ഇപ്പം പറഞ്ഞെന്തായിരുന്നു, റാം കഴിയുന്നതും 2 GB അല്ല, മിനിമം ഒരു 1 GB എങ്കിലും യൂസ് ചെയ്യാൻ നോക്കുക. കാരണം ബൈലക്സ് അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, കാരണം ഓൺലൈൻ വരുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകളും ഇതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എന്നാൽ ഒന്നും നോക്കുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എല്ലാവർക്കും എല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ വെക്കണം. അപ്പൊ അത് പിന്നെ എന്താ, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്താണോ ആവശ്യം അത് പിന്നെ മാത്രം നമ്മൾ ഓപ്പൺ ചെയ്യാം. റാം എവിടെയാണ് നോക്കുക എന്നുള്ളതാണ് ചോദ്യങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിന്റെ അടിയിൽ അത് ഇപ്പോ ജസ്റ്റ് ഒന്ന് പറയാനേ, നിങ്ങളുടെ റാമും ഹാർഡ് ഡിസ്കിന്റെ ഒക്കെ എത്ര കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈ കമ്പ്യൂട്ടറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് എടുത്താൽ മതി. അതിനകത്ത് പിന്നെ ഓപ്പൺ ആയി വരുന്ന വിൻഡോക്കകത്ത് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ മെമ്മറി നിങ്ങൾക്ക് എത്ര ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് പറഞ്ഞത്. പിന്നെ അതിന്റെ ബയോസിലോ പോയി കഴിഞ്ഞാൽ, സ്റ്റാർട്ടപ്പ് സമയത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും. പക്ഷെ അതിപ്പോ ഇവിടുന്ന് പറഞ്ഞെന്നാല് ഞാൻ മൊത്തം കൊളാവും. അപ്പോ പിന്നെ ക്രോമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലാർക്കും മനസ്സിലാകത്തില്ലല്ലോ. ക്രോമിനകത്തുള്ള ടെമ്പററി ഫയല്, കുക്കീസ്, അതുപോലെ ഇന്റർനെറ്റ് എക്സ്പ്ലോററിനകത്തുള്ളത് പിന്നെ ടെമ്പററി ഫയലും കുക്കീസ്. അത് ബൈലക്സിനകത്ത് ക്യാം ഓൺ ആക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡാൻസ് എടുക്കാൻ പോലും സമ്മതിക്കൂല. ക്യാം ഓൺ ആക്കി വെച്ചിട്ട് ക്യാമറ ഓണാക്കി മര്യാദക്കവിടെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതായിട്ടും കുറെ കളിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് പുറത്തേക്ക് ഇടും. അതങ്ങനെ സംഭവിച്ചു. അപ്പൊ അത് പോട്ടെ. അപ്പൊ നമ്മൾ ഇവിടെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ 2 ബ്രൗസറുകളുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിൻഡോസ് XP ആയാലും പിന്നെ 7 ആയാലും, മാഷാ അല്ലാഹ് കേനന്താവൂരൊക്കെ അവിടെ ഉണ്ട്, മൂപ്പരൊക്കെ IT-ന്റെ ഹെഡാണ്. 7 ആയാലും നമ്മുടെ സിസ്റ്റത്തിനകത്ത് പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ബട്ടണിൽ ഒന്ന് സ്റ്റാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഓൾ പ്രോഗ്രാം എടുത്ത് ആക്സസറീസിൽ പോവുക. അതിനകത്ത് നിങ്ങൾക്ക് സിസ്റ്റം ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, ഒരു മെനു കാണാൻ സാധിക്കും. സിസ്റ്റം ടൂൾസ് കണ്ടിട്ടുണ്ടോ? സിസ്റ്റം ടൂൾസ് കണ്ടു. ഓക്കെ, സ്റ്റാർട്ടിൽ പോയി നോ
കണ്ടില്ല എന്നുള്ള നോ ആണോ, DC ആയില്ല എന്നുള്ള നോ ആണോ? എന്തായാലും എസും നോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോ അടിച്ചാൽ മതി. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കണ്ടിട്ടില്ല, നിങ്ങളുടെ സിസ്റ്റത്തിന്റെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ വിൻഡോസ് XP ആണെങ്കിൽ ഓൾ പ്രോഗ്രാം എടുക്കുക. വിൻഡോസ് 7 യൂസ് ചെയ്യുന്നവർക്ക് ഇതെല്ലാം സെർച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് സിസ്റ്റം ടൂൾസ് ഒന്ന് മാത്രം അടിച്ചു കൊടുത്താൽ മതി, അവർക്ക് നേരിട്ട് ഓപ്പൺ ആയി കിട്ടും. വിൻഡോസ് XP എടുക്കുന്നവർക്ക് സെർച്ച് ചെയ്തെടുക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ പ്രോഗ്രാം എടുക്കുക, അതിനകത്ത് സിസ്റ്റം ടൂൾസ് എന്ന് കാണാൻ പറ്റും. കണ്ടോ? സിസ്റ്റം ടൂൾസിനകത്ത് ഇതുപോലെ മറ്റൊന്ന് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഡിഫ്രാഗ്മെന്റർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ കണ്ടോ? ഓക്കെ, അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ എത്ര ഡിസ്കാണ്, അതായത് നിങ്ങൾ എത്ര ഡ്രൈവാണ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലോക്കൽ ഡിസ്ക് CD എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കുകൾ ഉണ്ടാവുമല്ലോ. എത്ര പാർട്ടീഷൻ ആണോ ഉള്ളത്, ആ പാർട്ടീഷനുകളെല്ലാം തന്നെ അവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അതിനകത്ത് നിങ്ങളുടെ സി ഡ്രൈവ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിസ്ക് അനലൈസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഡിസ്ക് അനലൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ഈ ഡിഫ്രാഗ്മെന്റർ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. പക്ഷെ എങ്കിൽ കൂടി നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുള്ള ഫയലുകളെല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെക്കുന്ന ജോലിയാണ് ആ ഒരു ടൂൾസ് ചെയ്യുന്നത്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. സിസ്റ്റം ടൂൾസിൽ ഇതവിടെ അടിച്ചിട്ടുണ്ട്. അതെ. ഓക്കെ, അതെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് എത്ര പാർട്ടീഷൻ ആണോ ഉള്ളത്, അത് ലോക്കൽ ഡിസ്ക് CD എത്ര പാർട്ടീഷൻ ഉള്ളതെങ്കിൽ ആ പാർട്ടീഷൻ എല്ലാം അവിടെ കാണിക്കും. അത് എല്ലാം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, സി ഡ്രൈവ് എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്ത് ചെയ്യുക, ഈ ഓപ്ഷൻ എടുത്തിട്ട് അതിന്റെ ഫയലുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുള്ള സ്പീഡിന് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഫയലുകളൊക്കെ എല്ലാം അവിടെയും ഇവിടെയൊക്കെ ആയിട്ടേക്കും കിടക്കുന്നത്. ഇത് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക്, ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫയലുകളൊക്കെ സിസ്റ്റത്തിനകത്ത് സിസ്റ്റം തന്നെ ഫയലുകളൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി എല്ലാ സ്ഥലത്തും എടുത്തു വെക്കുമ്പോൾ, അപ്പൊ നമ്മൾ അങ്ങനെ തന്നെയല്ല, നമ്മളിപ്പോ ഒരു ഉദാഹരണം നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഒരു ചെറിയ ലൈബ്രറി ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ബുക്സൊക്കെ നമ്മൾ അതിന്റെ ഓർഡർ അനുസരിച്ച്, ഇപ്പൊ അക്ഷരങ്ങളാണ് അക്ഷരങ്ങൾ, അല്ലെങ്കിൽ നമ്പറുകളൊക്കെ അനുസരിച്ച് നമ്മൾ അതിന്റെ ഓർഡർ അനുസരിച്ച് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും പോയിട്ട് നമുക്ക് തിരയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ്, അതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ചെയ്യുന്നത്. നമ്മൾ സിസ്റ്റത്തിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അത് ഒതുക്കി എല്ലാ സ്ഥലത്തും അതിൻ്റെതായ രീതിയിൽ അത് ഒതുക്കി വെക്കും. ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിന് തന്നെ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് ഒരു സെർച്ച് ചെയ്യേണ്ട ആവശ്യം അതിനകത്തില്ല. പ്രോഗ്രാം ക്ലോസ് ചെയ്യണോ, ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ സിസ്റ്റം ഒക്കെ ക്ലോസ് ചെയ്ത് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സിസ്റ്റം ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് ലാസ്റ്റ് ഇത് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്യാം. ഇനി മറ്റൊന്ന്, നമ്മുടെ നേരത്തെ പറഞ്ഞതില് എന്തായിരുന്നു, സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് സ്ലോ എന്ന് പറഞ്ഞു ഇല്ല, സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടപ്പ്, അതെ, പിന്നെ അതിന് റൺ ഓൾ സൺഡേ എന്ന് കാണിക്കുന്നു. അതെ, ഓട്ടോ ചെയ്തു വെക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, ഓട്ടോ ചെയ്തു വെക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് അറിയുന്നവര്, ഞാൻ ഇതൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്കാണ് പറയുന്നത്. ഇതിനകത്ത് ഇഷ്ടംപോലെ IT-യുടെ വലിയ വലിയ വിദഗ്ധർ തന്നെ റൂമിനകത്ത് ഇപ്പൊ ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ പറയുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ തെറ്റിയാൽ അവർ തിരുത്തുമെന്നുള്ള ധൈര്യവും കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പറയുന്നത്. ഇതൊന്നും അറിയാത്ത എന്നെ പോലുള്ളവർക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഇവിടുന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് കുറെ കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ബൈലക്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ട് വരുന്നത് എന്ന് പറയുന്നവര് ഒരുപാട് പേരുണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ എടുത്തില്ല, നമ്മുടെ
വിൻഡോസ് കീ പ്രസ് ചെയ്തിട്ട് ലെറ്റർ 6 പ്രസ് ചെയ്തിട്ട് റൺ എന്ന ഓപ്ഷൻ നമ്മൾ എടുത്തല്ലോ, അതുപോലെ ഒന്നുകൂടി നമ്മൾ റണ്ണ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തോ? ഓപ്പൺ ചെയ്തോ? ഓക്കെ. അതിനകത്ത് ആ റണ്ണിനകത്ത് MS കോൺഫിഗ് ഇതാ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ MS കോൺഫിഗ് എന്ന് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാം. ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് അതെ ഇവിടെ നമ്മൾ ഇല്ലാസ് തൃശ്ശൂർ അടിച്ചിട്ടുണ്ട്. വിൻഡോസ് കീ പ്ലസ് ലെറ്റർ 6 ദെൻ MS കോൺഫിഗ്. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിന് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഓപ്പൺ വിൻഡോസിൽ എങ്ങനെയാ ചെയ്യല്? ഏതാണ് വിൻഡോസ്? ഫാറൂഖ് 22. വിൻഡോസിന്റെ കാര്യം തന്നെ പറയുന്നത്. വിൻഡോസ് 8 വിൻഡോസ് 7 എല്ലാം സെയിം ആണ്. ഓക്കെ. വിൻഡോസ് 8 വിൻഡോസ് 7 എല്ലാം സെയിം ആണ്. വിൻഡോസ് 8 ചെറിയ ചെറിയ ആപ്ലിക്കേഷനുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ MS കോൺഫിഗ് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ ബട്ടൺ അടിച്ചോ, ഇല്ലെങ്കിൽ ഓക്കെ ബട്ടൺ അടിക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വിൻഡോ വന്നിട്ടുണ്ടാവും. വിൻഡോസ് 7-നകത്തും വിൻഡോസ് XP-ക്കകത്തൊക്കെ നിങ്ങളുടെ റൺ ഓപ്പൺ ചെയ്യുക, റൺ വിൻഡോ. അതിനകത്ത് MS കോൺഫിഗ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ബട്ടൺ അടിക്കുക, അല്ലെങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വിൻഡോ വരും. അതിനകത്ത് ഫസ്റ്റ് തന്നെ കാണാം ജനറൽ, അത് കഴിഞ്ഞാൽ ബൂട്ട്, സർവീസ്, സ്റ്റാർട്ടപ്പ്, ടൂൾസ്, ഇത്രയും ഓപ്ഷൻസുകളും കാണാൻ സാധിക്കും അതിന്റെ മുകളിലായിട്ട്. അതിനകത്ത് നിങ്ങളെ സ്റ്റാർട്ടപ്പ് ബട്ടണ് ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരും. ഒരുപാട് കാര്യങ്ങൾ അതിന്റെ താഴെ ആ ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വരും. സൈഡിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എല്ലായിടത്തും സെലക്ട് ചെയ്യാനുള്ള ചെറിയ ചെറിയ കോളങ്ങളും ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ, നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ HP-ന്റെ സിസ്റ്റം അല്ലെങ്കിൽ ഡെല്ലിന്റെ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ HP-ന്റെയും ഡെല്ലിന്റെ അതുപോലെ ഇന്റല് തുടങ്ങിയിട്ടുള്ള ലെറ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഒഴിച്ചിട്ടുള്ള നിങ്ങളെ ബൈലക്സ് ആവട്ടെ, യാഹു ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, ഗൂഗിൾ ക്രോം ആവട്ടെ, ഇതുപോലെ സ്കൈപ്പ് ആവട്ടെ, ഇല്ലെങ്കിൽ നിംബസ് ആവട്ടെ, ഇത്തരം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ എന്ത് ചെയ്യുക, സെലക്ട് ഒഴിവാക്കുക, ടിക്ക് ഒഴിവാക്കുക. അപ്പോൾ ബൈലക്സ് കാണുന്നുണ്ടെങ്കിൽ ബൈലക്സിന്റെ നേരെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടിക്ക് ഒഴിവാക്കുക. ബൈലക്സ് അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുക, മെനിക്യാം ഉണ്ടെങ്കിൽ മെനിക്യാമിന്റെ ടിക്ക് ഒഴിവാക്കുക. അതുപോലെ നിങ്ങൾ കാണുന്ന അതിന്റെ ആ വിൻഡോസിന്റെ ആ സിസ്റ്റത്തിന്റെയും ആവശ്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഫയലുകളല്ലാത്ത മറ്റ് കാണുന്നതൊക്കെ നിങ്ങൾക്ക് ടിക്ക് ഒഴിവാക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഉറപ്പില്ലാത്തത് എന്ത് ചെയ്യണ്ട, നിങ്ങൾ ടിക്ക് ഒഴിവാക്കാൻ നിൽക്കണ്ട. ഫാറൂഖ് 22 ഒന്നും കൂടി പറയാമോ? നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് റണ്ണ് വിൻഡോ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് MS കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ബട്ടൺ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന വിൻഡോസ് 8 യൂസ് ചെയ്യുന്നവർക്ക് അത് കിട്ടില്ല. 8-ൽ കുറച്ച് കോംപ്ലിക്കേറ്റ് ആണ്. 8-ൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇതുവരെ നേരിട്ടിട്ടില്ല. വിൻഡോസ് 8-നകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഇനി അങ്ങനെ അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ സൂചിപ്പിച്ചു തന്നാൽ ഉപകാരമായി. ഓക്കെ. എന്നാൽ അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ അവര് ഇതിന്റെ റണ്ണ് ഓപ്ഷൻ കിട്ടാത്തതാണോ പ്രശ്നം? റണ്ണ് ഓപ്ഷൻ കിട്ടാത്തതാണോ പ്രശ്നം? ഓക്കെ. അപ്പൊ അങ്ങനെ വിൻഡോസ് 8 യൂസ് ചെയ്യുന്നവർക്ക് റൺ എടുക്കുന്നത് നമുക്ക് പറയാം. അത് മുന്നേ ഇപ്പൊ എന്തായാലും വിൻഡോസ് 7 XP യൂസ് ചെയ്യുന്നവർ ഇപ്പൊ ഇവിടെ സിസ്റ്റം കോൺഫിഗറേഷന്റെ വിൻഡോ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇനി എന്താണെന്നുള്ളത് അറിയുന്നവർ ചെയ്തിട്ടുണ്ടാവും. അറിയാത്തവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി എന്താണ് ഇവൻ പറയാത്തത് എന്ന് ആലോചിച്ചിട്ട് എന്നെ പിരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരതൊന്ന് പിരിച്ചുവിടാം നമുക്ക് ആദ്യം. അപ്പൊ ഇപ്പോ നിലവിൽ വിൻഡോ ഓപ്പൺ ആയവർ എത്ര പേരുണ്ട്? ഇപ്പോ സിസ്റ്റം കോൺഫിഗറേഷൻ ഓപ്പൺ ആക്കി വെച്ചവര്? ഓക്കെ. ഓപ്പൺ ആക്കി വെച്ചവർ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യം, അതായത് നോർമലായിട്ട് നിങ്ങൾ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്ന
ബൈലക്സോ ഇല്ലെങ്കിൽ സ്കൈപ്പ് അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ ടോക്ക് പിന്നെ നിംബസ് യാഹു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക, ടിക്ക് ഒഴിവാക്കുക. ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞതിന്റെ ശേഷം താഴെ കാണുന്നില്ല അപ്ലൈ ബട്ടൺ കൊടുത്തിട്ട് ഓക്കെ ബട്ടൺ കൊടുക്കുക. ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ പറഞ്ഞ് കേൾക്കാതെ ആരും കൊടുക്കരുത്, പിന്നെ ചെയ്യാനുള്ളത്. ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞ ശേഷം ചോദിക്കും സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ എക്സിറ്റ് വിത്തൗട്ട് റീസ്റ്റാർട്ട് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സിസ്റ്റം ഒക്കെ റീസ്റ്റാർട്ട് ആയി പോകും. അതുകൊണ്ട് എക്സിറ്റ് വിത്തൗട്ട് റീസ്റ്റാർട്ട് എന്നുള്ളത് പിന്നെ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ചെയ്തതിന്റെ ഉപകാരങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ പിന്നീട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ റൂമിൽ നിന്ന് പോവില്ലേ, പിന്നെ പറയുന്നത് കേൾക്കാൻ ആളുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ റീസ്റ്റാർട്ട് കൊടുക്കേണ്ട. അത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ അവിടെ എന്തൊക്കെയാണോ സെലക്ട് ചെയ്തെല്ലാം ടിക്ക് ഒഴിവാക്കിയത് ആ കാര്യങ്ങളൊന്നും ഇനി നിങ്ങൾ സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവില്ല, ഓണായി വരില്ല. അത് ഓണായി വരാതിരിക്കാൻ അത്രയും സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ എത്തിക്കിട്ടാനുള്ള ആ ടൈം അത്രയും നിങ്ങൾക്ക് ലാഭിക്കാം. അത്രയും സമയം കൊണ്ട് ലാഭമായിരിക്കും നിങ്ങൾക്ക് സിസ്റ്റം ഓണായി കിട്ടാൻ. മറ്റേത് നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇതെല്ലാം ഈ സ്റ്റാർട്ടപ്പിനകത്ത് ഇതൊക്കെ വരുമ്പോൾ ഈ ബൈലക്സ് ആവട്ടെ എന്താവട്ടെ ഇതെല്ലാം ഓണായി വന്നതിന്റെ ശേഷമേ നിങ്ങൾക്ക് സിസ്റ്റത്തിനകത്ത് മറ്റൊന്ന് ഓപ്പൺ ചെയ്യാനും മറ്റുള്ളതിനൊക്കെ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ സിസ്റ്റം ഓണായ ഉടനെ തന്നെ ഇപ്പൊ ഇന്റർനെറ്റ് ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സിസ്റ്റം മൊത്തം ഹാങ് ആയിട്ട് അവിടെ നിൽക്കും. പിന്നെ ആ ഇന്റർനെറ്റ് എക്സ്പ്ലോർ ആണ് ഏതാണ് നിങ്ങളുടെ ബ്രൗസർ ഏതാണെങ്കിൽ അതും കൂടി ഓണായി അതിന് മുന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി വന്നതിന്റെ ശേഷം മാത്രമായിരിക്കും പിന്നെ എന്ത് ചെയ്യുക ഈ നമ്മുടെ ഇന്റർനെറ്റ് എക്സ്പ്ലോർ ബ്രൗസർ വരെ ഓപ്പൺ ആവുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. റീസ്റ്റാർട്ട് ചെയ്തെങ്കിലേ ശരിയാവുള്ളൂ. MS കോൺഫിഗ് ഫലിച്ചില്ല. റീസ്റ്റാർട്ട് ചെയ്യണ സിസ്റ്റം എന്നാലേ എന്താവുള്ളൂ നിങ്ങളെ MS കോൺഫിഗിൽ ചെയ്ത കാര്യം അത് തീരെ ഓപ്പൺ ആയിട്ടില്ല എന്നാണോ? MS കോൺഫിഗ് ഓപ്പൺ ആയില്ലേ? ഓപ്പൺ ആയോ? അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ പിന്നെ ഇല്യാസ് തൃശ്ശൂർ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സ്പേസ് ഒന്നും ഇടരുത്. സ്പേസ് ഇതപ്പോ ഇവിടെ അടിച്ചിട്ടുണ്ട്. മൈ ഫേവറേറ്റ് റൂം എന്നുള്ള ഐഡിന്ന് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. റണ്ണിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും MS കോൺഫിഗ് എന്നുള്ള അത് ഓപ്പൺ ആയി വരും ഉസ്താദിന്. ഇനി പാടില്ല, ഓപ്പൺ ആയില്ല. സ്റ്റാർട്ടപ്പിലല്ല, ഇവിടെ ഇല്യാസ് തൃശ്ശൂര് ഇവിടെ അടിച്ചിട്ടുണ്ട്. സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം മാറ്റാൻ വിൻഡോസ് കീ +6 ലെറ്റർ ഉണ്ടല്ലോ, 6 നമ്പർ അടിക്കരുത്, ലെറ്റർ 6 പ്രസ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് അതിനകത്ത് ഒരു ചെറിയ വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. അതിനകത്ത് MS കോൺഫിഗ് ഒന്ന് കൊടുത്തിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ബട്ടൺ അടിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ മറ്റൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് ഏതൊക്കെ പ്രോഗ്രാം സ്റ്റാർട്ടപ്പ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ഏതൊക്കെ പ്രോഗ്രാമാണോ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമില്ലാത്തതെങ്കിൽ അതിനകത്തെല്ലാം അത് അൺസെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ബട്ടൺ കൊടുത്ത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണോ എന്ന് ചോദിക്കും. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിലേ നിങ്ങൾ ആ ചെയ്തത് എന്ത് ചെയ്യുള്ളൂ, ആക്റ്റീവ് ആവുള്ളൂ. റീസ്റ്റാർട്ട് ചെയ്യാതെ ചെയ്തതൊന്നും എല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, എല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാവും. നല്ല റീസ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും റൂമിൽ നിന്ന് പോകും. അപ്പൊ പിന്നെ ഞാൻ ഒറ്റ കൂടി ഇരുന്ന് പറയേണ്ടി വരുമല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അപ്പോ ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് എന്നത്തെ എനിക്ക് അനുവദിച്ച സമയം ഏതാണ്ട് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത്രയും സമയം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ചോദിക്കുക. അതിന്റെ ഇടയിൽ ഇവിടെ ഒരുപാട് പേര് ടൈപ്പ് ചെയ്തിട്ട്
കരോക്കെ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ദയവ് ചെയ്തിട്ട് അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. നമുക്ക് അത്തരം ചോദ്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ഇപ്പൊ ഒരു കരോക്കയുടെ ആവശ്യം നമുക്കാർക്കും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ചോദിക്കരുത്. പിന്നെ ദയവ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. കരോക്കെ സോഫ്റ്റ്വെയർ ഒന്നും പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ അത്തരം ചോദ്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. അതുപോലെ നേരത്തെ ഒരാൾ ചോദിച്ചു സിസ്റ്റം എത്ര ടൈം യൂസ് ചെയ്തു എന്ന് അറിയാൻ പറ്റുമോ എന്നുള്ളത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ് ഇനിയുണ്ടല്ലോ സമയങ്ങള് നമുക്ക് പറയാം. എല്ലാം കൂടി നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, മൊത്തം കുളമാവും. അപ്പൊ അതുകൊണ്ട് നേരത്തെ അബൂബൈദ് ഉസ്താദിനൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ ഉസ്താദിനുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോ നമ്മളെ സുന്നിക്കുട്ടി ഉസ്താദിന് റണ്ണ് കിട്ടിയോന്നറിയില്ല. പിന്നെ അപ്പോ ഇൻഷാല്ലാ ഇതിനു മുന്നേ പറഞ്ഞത് ഒന്നും കൂടി പറയാമോ? ഇതിനു മുന്നേ പറഞ്ഞത് എന്താ പറയണ്ടേ? എന്തായാലും ഇൻഷാല്ലാ നിങ്ങൾ മൈക്കെടുത്ത് ചോദിച്ചോളൂ. അത്തരം സംശയങ്ങൾ ഇപ്പൊ ഇത്രയും സമയം പറഞ്ഞതിനകത്ത് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ മൈക്കിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. ഈ ഗൂഗിൾ സ്റ്റോറില് മറ്റേ ഇതുണ്ടല്ലേ, ഇത് മുമ്പ് ഗൂഗിളോ മറ്റേ ഇതെല്ലാം ഓപ്പൺ വന്നോണ്ടാ ഇപ്പൊ മറ്റേ വേറെ ഒരു ഇതായിട്ട് വരുന്ന ഒരു ചിഹ്നമായിട്ട്. അതെന്താ, അത് ഒരു കമ്പനി പ്രശ്നം ഇതാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അങ്ങനെ വന്നതാ? അതൊന്ന് ക്ലിയർ ആക്കുന്നു. ഓക്കെ, സുഹൃത്ത് ഉദ്ദേശിച്ചത് നിങ്ങൾ ഗൂഗിൾ ക്രോം വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോം പേജ് ആയിട്ട് ആദ്യം ഗൂഗിൾ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇപ്പോ മറ്റെന്തൊക്കെയോ സൈറ്റുകളാണ് വരുന്നത് എന്നാവും അല്ലെ? അല്ല സുഹൃത്ത്, അത് തന്നെയല്ല ഉദ്ദേശിച്ചത്. ഹോം പേജ് സെറ്റിംഗ്സ് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണ് പറയാതിരുന്നത്. ഓക്കെ, എന്തായാലും അതിനകത്ത് നമ്മൾ ഹോം പേജ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബൈലക്സ് മെസ്സഞ്ചർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന സമയത്ത് അവരൊന്ന് ചോദിക്കുന്നുണ്ട്, ബൈലക്സ് നിങ്ങളുടെ ഹോം പേജ് ആക്കിയിട്ട് സെറ്റ് ചെയ്യണോ എന്ന് ചോദ്യം വരുന്നുണ്ട്. അത് ഞാൻ ഫസ്റ്റ് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഏതൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അതിനകത്ത് വരുന്ന ഓരോ കാര്യങ്ങളും മുഴുവനായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത് പൂർണ്ണമായിട്ട് നമ്മൾ വായിച്ചു നോക്കുക. വായിച്ചതിന് ശേഷം നമ്മൾ എന്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത സമയത്ത് അതിനകത്ത് ഏതെങ്കിലും ഡിഫോൾട്ട് ആയിട്ട് അല്ലെങ്കിൽ ഹോം പേജ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. ഗൂഗിൾ ക്രോമിനകത്താണ് ചോദിച്ചത്. അതുകൊണ്ട് ഗൂഗിൾ ക്രോമിന്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുക്കാൻ അറിയില്ല, അതിന്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു 3 ലൈന് കൊടുത്തിട്ടുണ്ടാവും. അഡ്രസ് ബാർ കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ എന്ത് ചെയ്യുക, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ചെറിയ മറ്റൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും, ചെറുത്. അതിനകത്ത് താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് കാണാം. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഓൺ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ചെറിയ ഹെഡിങ് കൊടുത്തിട്ട് 3 ഓപ്ഷൻ കാണാം. അതിനകത്ത് നിങ്ങൾ മൂന്നാമത്തെ ഓപ്പൺ സ്പെസിഫിക് പേജ് ഓർ സെറ്റ് ഓഫ് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കണ്ടോ? ആ സുഹൃത്ത് കേൾക്കുന്നുണ്ടോ? കബഡി കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. ആ മൂന്നാമത്തെ ഓപ്ഷനുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബ്ലൂ കളറിൽ അതിന്റെ ലാസ്റ്റിൽ കാണാം സെറ്റ് പേജസ് എന്ന് കാണാം. കണ്ടോ? ആ സെറ്റ് പേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് പേജസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചെറിയ വിൻഡോ വരും. അതിനകത്ത് എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത്, അവിടെ ഒരു ലിങ്ക് കാണുന്നുണ്ടാവും. ഇപ്പൊ നിലവിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏതാണോ ഹോം പേജ് ആയിട്ട് വരുന്നതെങ്കിൽ അതിന്റെ ലിങ്ക് അവിടെ കാണുന്നുണ്ടാവും. ആ ലിങ്കിനകത്ത് നിങ്ങൾ വെറുതെ മൗസ് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നേരെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ വരും. അതിന്റെ റൈറ്റ് സൈഡിൽ ലാസ്റ്റ് ആയിട്ട് ഒരു ഇൻഡു ബട്ടൺ കാണാൻ സാധിക്കും, അതായത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ചിഹ്നം. ആ ക്ലോസ് ചെയ്യാനുള്ള ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബി ഐക്കൺ, ഓക്കെ, അതിന്റെ ലിങ്ക് അവിടെ കാണാലോ. അപ്പോ ആ കാണുന്നതിന്റെ റൈറ്റ് സൈഡിൽ ലാസ്റ്റിലായിട്ട് ക്ലോസ് ചെയ്യുന്ന ചെറിയൊരു ഐക്കൺ, ഒരു ഇൻഡു ഇട്ടിട്ട് കാണാൻ സാധിക്കും. ആ ഇൻഡുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകും. അങ്ങനെ അതിനകത്ത് നിങ്ങൾ എത്രണ്ണം കാണുന്നുണ്ടോ അതൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം ആഡ് ന്യൂ പേജ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, www.google.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഗൂഗിൾ ക്രോമിന്റെ ഹോം പേജ്
ഗൂഗിൾ തന്നെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റായി കിട്ടും. ഓക്കെ, can I view my browse history? ഓക്കെ, ഏത് ബ്രൗസർ ആണെന്ന് കൂടി പറഞ്ഞാൽ പറഞ്ഞുതരാം. ഓക്കെ, കബഡി നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ നേരത്തെ അതുപോലെ തന്നെ പലരും നമ്മൾ ടെമ്പററി ഫയലുകളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരവിടെ ചോദിച്ചു സി ക്ലീനർ യൂസ് ചെയ്താൽ പോരെ എന്നുള്ളത്. അതാണ് പറഞ്ഞത്, നമ്മളെല്ലാവരും ജോലി ചെയ്യാൻ ഭയങ്കര മടിയന്മാരാ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, മാനുവലായിട്ടൊന്ന് ചെയ്ത് പഠിക്കുക. അതിനുശേഷം സി ക്ലീനർ ആയാലും അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഓരോ ആഴ്ചയിൽ ഇനി ഓരോ പുതിയതല്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതും സിസ്റ്റം സ്പീഡ് കൂട്ടുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഒരാഴ്ചയിൽ എന്ത് ചെയ്യാം, ഓരോരോ സോഫ്റ്റ്വെയറുകൾ വെച്ചിട്ട് പരിചയപ്പെടുത്താം നമുക്ക്. ഓക്കെ, ആ സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇത്തരം പല സോഫ്റ്റ്വെയറുകൾക്കും പൈസ കൊടുക്കൽ നിർബന്ധമാണല്ലേ, പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ കഴിയുന്നതും പേയ്മെന്റ് ഇല്ലാതെ പലരും ഫ്രീ കിട്ടുമോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഏത് സോഫ്റ്റ്വെയർ ആയാലും അത് ഫ്രീ, അതിന്റെ കൂടെ ഒരു ഫ്രീ ചേർത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ഫ്രീ ഒരുപാടെണ്ണം വരും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിയാതെ ഒരുപാട് ഫ്രീ വൈറസുകൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് കയറും. അപ്പൊ അത്രയും ഇതിലോ അല്ലെങ്കിൽ ക്രാക്കൊക്കെ എടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഒരുപാട് നിങ്ങൾ അറിയാത്ത ഒരുപാട് വൈറസുകളും കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിനകത്ത് കയറാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന, ഒരു സാധാരണക്കാർക്ക് യൂസ് ചെയ്യുന്ന പറ്റുന്ന രീതിക്ക് പേയ്മെന്റ് നടത്തുന്നില്ലെങ്കിൽ എന്താണ് ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണെങ്കിലും, പക്ഷെ നമ്മളെ പോലെയുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫ്രീ വേർഷൻ ആയാൽ പോലും നമ്മുടെ ഉപകാരത്തിന് പറ്റുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അത്തരം സോഫ്റ്റ്വെയറുകൾ സെലക്ട് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ആഴ്ചയിലും ഓരോ സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടുത്താം. അതോടൊപ്പം തന്നെ കഴിയുന്നവരും സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പ് മെയിലിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അത്തരം സോഫ്റ്റ്വെയറുകളും അത് ഡൗൺലോഡ് ചെയ്യുന്ന രീതികളും അതിന്റെ നമ്മളായിട്ട് മലയാളത്തിൽ കൊടുത്തുള്ള ട്യൂട്ടോറിയലുകൾ അടക്കം നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് മെയിലിലൂടെ ആയിരിക്കും എല്ലാവർക്കും സെൻഡ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാം, ആരും പേഴ്സണൽ ആയിട്ട് ഓരോരുത്തർക്ക് മെയിൽ ചെയ്യാൻ കഴിയുന്നതല്ല, അതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പ് മെയിലിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ മെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ഇപ്പോൾ പബ്ലിക്കിൽ അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇല്ലാസ് തൃശ്ശൂർ എന്ന ഐ ഡിയിലേക്ക് സ്റ്റീവിയുടെ അഡ്മിനും IT മെമ്പറും കൂടിയാണ് ഇല്ലാസ് തൃശ്ശൂർ. ഇല്ലാസ് തൃശ്ശൂരിന്റെ ഐ ഡിയിലേക്ക് പേഴ്സണലായിട്ട് PM ചെയ്യുക, ഇല്ലെങ്കിൽ പബ്ലിക്കിൽ അടിക്കുകയോ ചെയ്ത് ജസ്റ്റ് അടിച്ചാൽ മാത്രം മതി. ഇൻഷാ അല്ലാഹ് സുന്നി ഗ്ലോബൽ വോയിസിന്റെ ഗ്രൂപ്പിനകത്തു നിന്നുള്ള എല്ലാ മെയിലുകളും നിങ്ങളുടെ മെയിലിലേക്ക് വരും. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ ഇത്തരം സോഫ്റ്റ്വെയറുകൾ ആഡ് ചെയ്തിട്ട് അതിന്റെ രീതികൾ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലൂടെ ആയിരിക്കും സെൻഡ് ചെയ്യുക. ആർക്കും വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് ആർക്കും സെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല, ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ്. ഓക്കെ, ഇന്റർനെറ്റ് എക്സ്പ്ലോർ ഈസ് മൈ ബ്രൗസർ. ഓക്കെ, ആ സുഹൃത്തിനകത്ത് ചോദിച്ചത് നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതല്ലേ ചോദിച്ചത് മുഹമ്മദ്. അതെ, ഇന്റർനെറ്റ് എക്സ്പ്ലോറിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള പരിപാടി നിങ്ങളുടെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഹോം പേജിൽ ഒരു ഹോമിന്റെ ഒരു ഐക്കൺ കാണാം, ഒരു സ്റ്റാർ ഐക്കണും കാണാം. അത് കഴിഞ്ഞിട്ട് ഒരു പൽച്ചക്രം പോലത്തെ ഒരു സെറ്റിംഗ്സിന്റെ ചെറിയൊരു ഐക്കണും കാണാം. ആ സെറ്റിംഗ്സിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ ഇന്റർനെറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ രണ്ടാമത്തേതായിട്ട് ആ ഇന്റർനെറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഓപ്ഷന്റെ ഒരു വിൻഡോ, ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ആ വിൻഡോക്കകത്ത് നിങ്ങൾക്ക് കാണാം ബ്രൗസിംഗ് ഹിസ്റ്ററി എന്ന് കൊടുത്തിട്ട് അതിന്റെ താഴെ കളറ്, ലാംഗ്വേജ്, ഫോണ്ട്, ആക്സസിബിലിറ്റി എന്നൊക്കെ എഴുതിയതിന്റെ തൊട്ട് മേലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രൗസിംഗ് ഹിസ്റ്ററി, ഡിലേറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ. ഓക്കെ, അതിനകത്ത് ആ ഡിലേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. അതിനകത്ത് ഓക്കെ പബ്ലിക് ഇമെയിൽ PM ഓപ്പൺ ആണോ? PM ഓപ്പൺ ആണോ? ഒരു മിനിറ്റ് സുഹൃത്ത്, ഒരു മിനിറ്റ്, ജസ്റ്റ് PM മറുപടി പറഞ്ഞോട്ടെ. ഇല്ലാസ് PM ഓപ്പൺ ആണോ? ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾ പബ്ലിക്കില് മെയിൽ ID അടിക്കണ്ട എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇല്ലാസ് തൃശ്ശൂർ എന്ന ഐഡിയിൽ ഇല്ലാസ് ഒന്ന് റൈസാൻ ചെയ്തെന്ന് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ സാധിക്കും. ഇല്ലാസ് തൃശ്ശൂർ എന്ന ഐഡിയിലേക്ക് ജസ്റ്റ് ഒന്ന് PM ചെയ്യോ, അത് കോപ്പി ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ
പബ്ലിക്കിൽ ഇങ്ങനെ ടെക്സ്റ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലാസിന് അത് കോപ്പി ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇല്ലാസ് തൃശ്ശൂർ എന്ന ഐഡിയിലേക്ക് PM ചെയ്യാം. അതിന്റെ ഇടയിൽ ഇവിടെ വന്നിട്ട് പോസ്റ്റ് ഒട്ടിച്ച് പോകുന്നവരോട് പറയാ ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ താഴെ വരുന്നവർക്കൊന്ന് ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യക്കാരൻ നമ്മൾ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്താൽ ഇനി ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും അഡ്മിനെ ഒന്ന് PM ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡോട്ട് ഒഴിവാക്കി തരും. അല്ലാതെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബാനർ ഒട്ടിച്ച് പോകുന്നുണ്ട്. അപ്പൊ നേരത്തെ ക്ലിയർ ഹിസ്റ്ററി ചോദിച്ച സുഹൃത്തിനോട് സോറി, അതിനിടയിൽ ഒന്ന് വിഷയം മാറിയതിന്. നിങ്ങൾക്ക് ആ ഓപ്പൺ ആയി വന്ന വിൻഡോക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ടെമ്പററി ഇന്റർനെറ്റ് ഫയൽ, കുക്കീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടല്ലോ. ഒക്കെ അതിനകത്ത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു വിൻഡോ വരെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി ഫയലുകളും നിങ്ങൾ ബ്രൗസിംഗ് ഹിസ്റ്ററികൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സിസ്റ്റത്തിൽ നിന്ന് ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ ഇൻഷാല്ലാ. എന്തായാലും നമ്മുടെ ഷംവീൽ റൈസാൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി മൈക്കോട്ടെ. അസ്സലാമലൈക്കും. കേൾക്കണ്ടാ? അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? ഓക്കെ. നമ്മളെ സ്പീക്കറിന്റെ ആ പച്ച വയറുണ്ടല്ല, ആ സാധനത്തിന്റെ പിന്ന് പൊട്ടി, അത് ശരിയാക്കാൻ പറ്റുമോ? ഇപ്പൊ ലാപ്ടോപ്പിലൊക്കെ കേക്കണതേ അതിന്റെ സ്പീക്കർ, ഒരു വലിയ സ്പീക്കർ ഉണ്ടെന്നേ, അതിന്റെ പച്ച പിന്ന് പൊട്ടി, അതിന്റെ പച്ചയുടെ മുകളിൽ ഉണ്ടാവുന്ന ഒരു സിൽവർ കളറില്ലേ, അത് പൊട്ടി, അത് ശരിയാക്കാൻ പറ്റണോ? അസ്സലാമലൈക്കും. എന്തായാലും സുഹൃത്തിന്റെ ചോദ്യം ഒക്കെ അറിയാത്തതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് അങ്ങനെ ധരിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് തന്നെ അറിയാം നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഹാർഡ്വെയർ ആയിട്ടുള്ള ഒരു ചേഞ്ചിങ് ഇവിടെ നടത്താൻ പറ്റില്ല എന്നുള്ളത്. കാരണം ഓൺലൈനിലായിട്ടുള്ള നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ആരാന്ന് പോലും നമ്മൾ കാണാൻ സാധിക്കുന്നില്ല, നിങ്ങൾ ID മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പുമായിട്ട് അല്ലെങ്കിൽ ടെക്നീഷ്യനുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് നിങ്ങൾ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ടീം വീവർ പോലത്തെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സഹായിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ svitteam@gmail.com എന്ന മെയിലിലേക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് മെയിലുകൾ വന്ന കൂട്ടത്തില്, അത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, വന്ന കൂട്ടത്തില് ഒരു സഹോദരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉംറക്ക് തവാഫ് നിർവഹിക്കുമ്പോൾ കയ്യിലുള്ള കുട്ടിയുടെ പമ്പേഴ്സിൽ നജസ് ഉണ്ടായാൽ തവാഫ് ശരിയാകുമോ? അതിനിപ്പോ ഞങ്ങൾക്ക് IT പരമായിട്ട് ഇവിടുന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് പുസ്തകന്മാർ ഇവിടുന്ന് ബൗൺസ് ചെയ്യും. അതുകൊണ്ട് ആ സുഹൃത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ ആ ക്വസ്റ്റ്യന് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല, ആ സുഹൃത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ഫിഖ് സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങൾ sunniGlobalVoice@gmail.com എന്ന മെയിൽ IDയിലേക്ക് സെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ക്ലാസ് റൂമിനകത്ത് ഉസ്താദുമാർക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഫിഖ് ചോദ്യോത്തരം സംശയ നിവാരണങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂഷാഖർ ഉസ്താദിന്റെയും അതുപോലെ കോട്ടൂർ ഉസ്താദിന്റെയും വാടാനപ്പള്ളി ഉസ്താദ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉസ്താദുമാർ തന്നെ ക്ലാസ് റൂമിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫിഖ് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളും അതിനുള്ള സംശയ നിവാരണങ്ങളും ദിവസവും ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ റേഡിയോ ശ്രോതാവ് ആയിരിക്കാം ആ ചോദ്യം അയച്ചിട്ടുള്ളത്. ചോദ്യം അയച്ച വ്യക്തിയുടെ പേരോ ഐഡിയോ ഞാൻ ഇവിടെ പറയുന്നില്ല. ആ ചോദ്യം കേട്ടാൽ അത് അയച്ച ആൾക്ക് എന്തായാലും മനസ്സിലാവില്ല. അപ്പൊ റേഡിയോ ശ്രോതാവ് ആണെങ്കിൽ നിങ്ങൾക്ക് സുന്നി ഗ്ലോബൽ വോയിസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ, റേഡിയോ ലിസണേഴ്സ് എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാലും അഡ്മിന്മാർ അത് ഉസ്താദുമാരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി കിട്ടും. എന്തായാലും നമുക്ക് അത്തരം ചോദ്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, IT മെയിലിലേക്ക് ആരും ദയവ് ചെയ്ത് സെൻഡ് ചെയ്യരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അത്തരം ചോദ്യകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് sunniGlobalVoice@gmail.com ഇല്ലെങ്കിൽ സുന്നി ഗ്ലോബൽ വോയിസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ഗൂഗിൾ ചെമ്പ്ര ഇപ്പൊ ആദ്യം വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മളെ പരിചയുടെ ചിഹ്നം ഉണ്ടല്ലോ, ഒരു ബ്ലൂവും എല്ലാം കൂടിയിട്ടുള്ള കളർ വന്നിട്ട് ഓപ്പൺ ആക്കുമ്പോൾ അത് മറ്റേ സ്ക്രീനൊക്കെ വലുതായിട്ട് ഇങ്ങനെ കാണിക്കണേ, അത് എന്താ ചെയ്യാൻ പറ്റുക? അസ്സലാമു അലൈക്കും.
അത് എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്ത് ഓപ്പൺ ചെയ്യുമ്പോഴാണ്? ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ കേട്ടു. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്താണോ വരുന്നത്? ഏറ്റവും ബെറ്റർ നിങ്ങൾ ഗൂഗിൾ ക്രോം പൂർണ്ണമായിട്ടൊന്ന് റിമൂവ് ചെയ്യുക സിസ്റ്റത്തിൽ നിന്ന്. ഓക്കെ, പൂർണ്ണമായിട്ടൊന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം രണ്ടാമതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ വിശദമായിട്ട് അതിന്റെ എറർ റിപ്പോർട്ട് എന്താണെന്നുള്ള, എന്താണ് എറർ മെസ്സേജ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് അതിന് മറുപടി അറിയുന്നതാണെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ഒന്ന് വിനീതമായി അറിയിക്കുന്നു. ഓക്കെ, മറ്റുള്ളവർക്ക് തന്നെ മൈക്കിട്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സുഹൃത്ത് കുറെ സമയമായിട്ട് ചോദിക്കുന്നുണ്ട്, യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ക്രോമിന്റെ മുകളിൽ ബാർ എങ്ങനെ ആക്കും? ക്രോമിന്റെ മുകളിൽ ബാർ എങ്ങനെ ആക്കും എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് മാനേജർ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലെ? ഡൗൺലോഡ് ചെയ്യുന്നതിനാണല്ലോ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ സുഹൃത്ത്. ഓക്കെ, അതിന് രണ്ട് ഓപ്ഷൻസുകളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ ക്രോമിന്റെ മുകളിൽ കാണുന്ന ബാർ കാണണമെങ്കിൽ നിങ്ങൾ റിയൽ പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ എന്ന് പറഞ്ഞിട്ട് അത് പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. എത്രയോ ചെറിയ കാലം, 1 മാസത്തേക്കോ അങ്ങനെ എന്തോ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ദിവസം നിങ്ങൾ ഗൂഗിൾ ക്രോം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്രോമിനകത്ത് വരുന്ന ഏത് വീഡിയോ ആണെങ്കിലും അതിന് മുകളിലായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, മൈക്കൂട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ ഫേസ്ബുക്ക് ലോഗോൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒന്ന് ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ലോഗോൺ ചെയ്യാൻ പാസ്വേഡ് ആവശ്യമില്ല. അതായത് അതിൻ്റെ പാസ്വേഡ് ഓൾറെഡി വിൻഡോസ് എന്ന ഫോൾഡറിൽ സ്റ്റോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് റിമൂവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യാമെന്നാണ് എൻ്റെ ഡൗട്ട്. സാർ ഒന്ന് ക്ലിയർ ചെയ്യാമോ? ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയോ? ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് പറയോ? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണെങ്കിലും ഗൂഗിൾ ക്രോം ആണെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടെമ്പററി ഫയലുകളും കുക്കീസൊക്കെ ഒഴിവാക്കുന്ന പറഞ്ഞു. ഓക്കെ, എക്സ്പ്ലോറർ ആണെങ്കിൽ നിങ്ങൾ എക്സ്പ്ലോററിന്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുക്കാൻ അറിയാലോ അല്ലേ? എക്സ്പ്ലോററിന്റെ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സിന്റെ ഒരു ചെറിയൊരു ഐക്കൺ കാണാൻ സാധിക്കും. ഓക്കെ, ഒരു റൗണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത ഇന്റർനെറ്റ് ഓപ്ഷൻ കാണാം. ഏറ്റവും താഴെയായിട്ട് ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡിലേറ്റ് എന്ന് കാണാൻ, ബ്രൗസിംഗ് ഹിസ്റ്ററി എന്ന ആ സെക്ഷനിൽ ഡിലേറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഡിലേറ്റ് ബട്ടൺ എടുക്കുക. അതിനകത്ത് കാണുന്ന എല്ലാ കോളങ്ങളും സെലക്ട് ചെയ്തോളൂ. എല്ലാ കോളങ്ങളും, ഡൗൺലോഡ് ഹിസ്റ്ററി, ഫോം ഡാറ്റ, പാസ്വേഡ് തുടങ്ങിയുള്ള എല്ലാ കോളങ്ങളും സെലക്ട് ചെയ്തിട്ട് ഡിലേറ്റ് ബട്ടൺ അടിച്ച് ഡിലേറ്റ് ചെയ്യുക. ഓക്കെ, ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നിങ്ങൾ ഇതേപോലെ ഏത് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുന്ന ഏത് പേജ് ആയാലും, ഏത് ഓപ്പൺ ചെയ്യുന്ന വിൻഡോസ് ബാങ്കിന്റെ അതാവട്ടെ, മറ്റുള്ള പേഴ്സണൽ ഇമെയിൽ ആവട്ടെ, എന്ത് സംഭവങ്ങൾ അതിനകത്ത് ഒരു പ്രത്യേകം തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് പിന്നീട് ഓപ്പൺ ചെയ്യാനേ ഓർമ്മിച്ച് വെക്കണോ എന്നുള്ളത് ചോദിക്കുന്ന ഒരു കോളം ചെറുതായിട്ടുണ്ടാവും ടിക്ക് ചെയ്യാൻ. അതിനകത്ത് നിങ്ങൾ ടിക്ക് ചെയ്യാതിരുന്നാൽ മതി. അല്ലെങ്കിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോർ യൂസ് ചെയ്യുന്നവർക്ക് അതിനകത്ത് ചോദിക്കും ഈ പാസ്വേഡ് ഇതിനകത്ത് സേവ് ചെയ്യണോ വേണ്ട എന്നുള്ളത്. അപ്പൊ നിങ്ങളത് അതിന് എസ് കൊടുക്കാതിരുന്നാൽ മാത്രം മതി. എസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ വരും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ ഡെയിലി നമ്മുടെ സിസ്റ്റം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ക്ലോസ് ചെയ്തുന്ന സമയത്ത് നമ്മുടെ ഈ പറയപ്പെട്ട ബ്രൗസിംഗ് ഹിസ്റ്ററിയും കുക്കീസ് അതുപോലെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് ഡിലേറ്റ് ചെയ്തതിന് ശേഷം സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഡെയിലി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, മൈക്കൂട്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? രക്ഷടിക്കോ? ഓക്കെ, പിന്നെ ചോദിക്കാനുള്ളത് ഡൗൺലോഡ് മാനേജർ ചെയ്യാൻ ഇപ്പൊ പെയ്ഡ് ആയിട്ട് അല്ലാതെ ഫ്രീ ആയിട്ട് ഏതെങ്കിലും സോഫ്റ്റ്വെയർ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? അത് അറിയാമെന്നുള്ളതാണ്. എന്തെങ്കിലും ആ സൈറ്റ് ഒന്ന് പറഞ്ഞു തരാം. നേരത്തെ ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ. അത് പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ അതിലും എത്ര കാലാവധി എന്നറിയില്ല, 1 മാസത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട് അതിനകത്ത്. ഉണ്ടല്ലോ, 1 മാസത്തിൽ കൂടുതൽ അതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ ഡൗൺലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക റിയൽ പ്ലെയർ.
നമുക്ക് റിയൽ പ്ലെയർ റിയൽ പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഡൗൺലോഡ് മാനേജർ ചെയ്യുന്നതാണ്. ഡൗൺലോഡ് മാനേജർ ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ. നമ്മൾ സുന്നിക്കുട്ടി ഉസ്താദ് കുറെ നേരമായിട്ട് റീസൺ ചെയ്യുന്നുണ്ട്. ഉസ്താദ് മൈക്കെടുത്തോട്ടെ. അൽഹംദുലില്ലാ നല്ല ഉപകാരമായി അസ്കർ സാറിൻ്റെ ക്ലാസ്. പിന്നെ ചെറിയ കേൾക്കുന്നുണ്ടല്ലോ ഓർമ്മിച്ചിട്ടുണ്ടല്ലേ? അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സംശയമുള്ളത്. ഇത് നമ്മൾ മൈക്കിൻ്റെ ഈ മറ്റേ ബട്ടനൊക്കെ ക്ലിയർ ആക്കിയിട്ട് അതിൻ്റെ ശേഷവും കാണാൻ ഇതിൽ നിന്ന് ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറുന്നു. അത് ഏതെങ്കിലും ബട്ടന് ഓപ്പണായി വെച്ചത് കൊണ്ടാണോ? അതൊന്ന് ക്ലിയർ ആക്കി തന്നത് ഉപകാരമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് മൈക്കെടുത്തപ്പോ തന്നെ ഉസ്താദിന്റെ പ്രശ്നം മാഷാ അല്ലാഹ് അത് ചെറിയ സെറ്റിംഗ്സിലുള്ള ഒരു പ്രശ്നമാണ്. ഉസ്താദ് ഉപയോഗിക്കുന്നത് വിൻഡോസ് 7 ആണോ? സുന്നിക്കുട്ടി ഉസ്താദ് ഉപയോഗിക്കുന്നത് വിൻഡോസ് 7 ആണോ? ഓക്കെ, വിൻഡോസ് 7 ആണെങ്കിൽ ഉസ്താദിന്റെ ടാസ്ക് ബാറിലെ താഴെ സ്പീക്കറിന്റെ വോളിയത്തിന്റെ സ്പീക്കറിന്റെ ഐക്കൺ കാണുന്നുണ്ട്. അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യോ? ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വിൻഡോസ് 7 വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വോളിയം പ്രശ്നമുള്ളവർക്കൊക്കെ നോക്കാവുന്നതാണ്. നിങ്ങളുടെ ടാസ്ക് ബാറിനകത്ത് വോളിയത്തിന്റെ ഒരു സ്പീക്കറിന്റെ ചിഹ്നം കാണാം. അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്കോർഡിംഗ്, ഓക്കെ ഇൻഷാല്ലാ, റെക്കോർഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണാൻ സാധിക്കും. ഓക്കെ, ആ റെക്കോർഡിംഗ് ഡിവൈസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾ മൈക്രോഫോൺ ഏതാണോ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ എങ്കിൽ അതവിടെ കാണാം. ആ മൈക്രോഫോൺ അവിടെ കാണാം. ജസ്റ്റ് ഒന്ന് നിങ്ങളെ മൈക്കിലൂടെ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കിയാൽ തന്നെ അതിനകത്ത് അതിന്റെ സിഗ്നൽ കാണിക്കും ഏത് മൈക്രോഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ആ മൈക്രോഫോണിനകത്തൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ പിന്നെ പ്രോപ്പർട്ടീസ് എന്ന് കാണുന്ന പ്രോപ്പർട്ടീസ് എടുത്താലും മതി. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിനകത്ത് ജനറൽ, ലിസൺ, ലെവൽസ്, അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള 4 ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്ത് ആ ലെവൽസ് എടുക്കുക. ലെവൽസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മൈക്രോഫോൺ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് താഴൊരു കണ്ടു ഉസ്താദ്, മൈക്രോഫോൺ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഉസ്താദ് കഴിഞ്ഞത് ആ ബൂസ്റ്റ് കംപ്ലീറ്റ് മൈനസ് ചെയ്ത് വെച്ചേക്കും. മൈക്രോഫോൺ ബൂസ്റ്റ് കംപ്ലീറ്റ് മൈനസ് ചെയ്യുക. അതിന്റെ മൈക്കിന് എനിക്ക് തോന്നുന്നു ബൂസ്റ്റ് ആവശ്യമില്ല എന്നാണ്. ഇനി അഥവാ മൈക്ക് എടുക്കുന്ന സമയത്ത് ആരെങ്കിലും ശബ്ദം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ മൈക്രോഫോൺ ബൂസ്റ്റ് എന്ന് കാണുന്നത് ഒരല്പം മാത്രം എന്ത് ചെയ്താൽ മതി, ചെയ്തു വെച്ചാൽ മതി. ഇവിടെ ആരോ പിന്നെ ഇന്റർനെറ്റ് ഡൗൺലോഡ് മാനേജറുടെ മാഷാഅല്ലാ സീരിയൽ കീ അടിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സീരിയൽ കീ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഈ സീരിയൽ കീ എടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡൗൺലോഡ് മാനേജർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെയധികം നന്ദി. അത് സീരിയൽ കീ കൊടുത്ത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. ഓക്കെ ഓക്കെ അപ്പൊ ഉസ്താദ് അത് ആ മൈക്രോഫോൺ ബൂസ്റ്റ് എന്നുള്ളത് പിന്നെ മൈനസ് ആക്കിയിട്ട് വെക്കുക. അതിന്റെ പ്രശ്നമാണ് ഇപ്പൊ ഉസ്താദിന്റെ സിസ്റ്റത്തിൽ കാണുന്നത്. ഇനി അതിൽ റെഡി ആയില്ലെങ്കിൽ ഉസ്താദ് ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോ റൂമിൽ ഇപ്പൊ MPL അരീക്കോട് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഉസ്താദ് ഒന്ന് PM ചെയ്യുകയാണെങ്കിൽ MPL അരീക്കോട് ഇപ്പൊ തീം വ്യൂവറിൽ കയറിയിട്ട് ഉസ്താദിന്റെ സിസ്റ്റം എന്ത് ചെയ്യും, ഇപ്പൊ ഉള്ള നിലവിലുള്ള പ്രശ്നം അത് സോൾവ് ചെയ്ത് തരും. പിന്നെ MPL ഇപ്പൊ ഫ്രീ ആണ്. ഉസ്താദ് ജസ്റ്റ് ഒന്ന് PM ചെയ്താൽ MPL അത് സെറ്റ് ചെയ്ത് തരും. ഉസ്താദിന് അറിയില്ല എങ്കിൽ ഇത് ഉസ്താദ് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. ഓക്കെ, എന്തായാലും മൈക്കൂട്ട് അടുത്താണ് മൈക്കെടുത്തോളൂ. കേൾക്കുന്നുണ്ടോ? ഇവിടെ പിന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുന്ന സമയത്ത് ഗൂഗിൾ വരുന്നില്ല, വേറെ ഏതാണോ വരുന്നത്. പിന്നെ അത് ഗൂഗിൾ വരണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാബ് ഓപ്പൺ ആക്കണം. അതിന് പിന്നെ ഡയറക്റ്റ് ഗൂഗിൾ വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അതറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.
അത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ഓക്കെ, നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഗൂഗിൾ ക്രോമിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ഹോം പേജ് സെറ്റ് ചെയ്താൽ മതി. സെറ്റിംഗ്സ് എടുക്കാൻ അറിയോ? സെറ്റിംഗ്സ് എടുക്കാൻ അറിയോ ഗൂഗിൾ ക്രോമിന്റെ? ഓക്കെ, അതിന്റെ സെറ്റിംഗ്സിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് അതിൽ ഫസ്റ്റ് തന്നെ കാണാം. അതിന്റെ ഫസ്റ്റിൽ വരുന്ന പിന്നെ ഓൺ സ്റ്റാർട്ടപ്പ് എന്ന് എഴുതിയിട്ട് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് 3ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ബ്ലൂ കളറിൽ സെറ്റ് പേജസ് എന്ന് കാണാൻ പറ്റും. ആ സെറ്റ് പേജസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആയി വരുന്ന പേജ് ഏതാണോ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ലിങ്കിനെ ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ അത് ക്ലോസ് ചെയ്യാനുള്ള ഐക്കൺ കാണാം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് താഴെ കാണുന്ന ആഡ് ന്യൂ പേജ് എന്ന് കാണുന്നിടത്ത് എൻ്റർ URL എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് അവിടെ നിങ്ങൾ www.google.com എന്ന് കൊടുത്തിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോൾ ക്രോം ഓപ്പൺ ചെയ്യുന്നോ അപ്പോൾ ഹോം പേജ് ആയിട്ട് ഗൂഗിൾ തന്നെ ആയിരിക്കും വരിക. ഓക്കെ ഓക്കെ മൈക്കൂട്ട്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാരും ചോദിക്കുമ്പോൾ ഞാനെന്റെ ഒരു ചോദ്യം ചോദിക്കണ്ടേ? നേരത്തെ ഞാൻ പബ്ലിക്കിൽ അടിച്ച ചോദ്യം കേട്ടോ. ഇത് ഈ പിന്നെ മിനി ഗെയിം കൊടുക്കുമ്പോഴേ പിന്നെ നമ്മളെ പഴയ കാലത്തൊക്കെ ഓഡിയോ കേസറ്റ് ഉണ്ടല്ലോ, ഒരു വലിവുണ്ട് ഒരു ശബ്ദം എന്നമാതിരി ക്യാമ കൊടുക്കുമ്പോൾ കാണാം പിന്നെ നമ്മളെ കമ്പ്യൂട്ടറിലെ ശബ്ദം അങ്ങനെ വലിഞ്ഞുകൊണ്ട് എന്താണെന്ന് എനിക്കത് ഇതുവരെ ഇവിടെ കിട്ടിയിട്ടില്ല. ഞാനതിപ്പോ പിന്നെ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നാളെ അസ്കറോടൊന്നും മാറ്റി, എന്നിട്ടും അതിനൊരു സമാധാനം കണ്ടിട്ടില്ല. ഇനി രണ്ടാമത് ഡോക്ടറെ കൊണ്ടുവരേണ്ടെന്നാ തോന്നുന്നത്, പറഞ്ഞിട്ടൊന്നും ശരിയാണില്ല. ഏതായാലും അതപ്പോഴുള്ള പ്രശ്നം കേമ കൊടുക്കുമ്പോൾ വലിവ് വരിക, ശബ്ദത്തിനൊക്കെ ഒരു വിറയല്, എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. അതാപ്പൊ എന്റെ സംശയം. അസ്സലാമു അലൈക്കും. എന്തായാലും കീശേരി ഉസ്താദിന്റെ സിസ്റ്റം കണ്ടിട്ടാണ് ഞാൻ ഇന്നിപ്പോ ക്ലാസ് തുടങ്ങിയത് തന്നെ ഇവിടെ. കാരണം ഉസ്താദിന്റെ സിസ്റ്റത്തിനകത്ത് ഇനി ഓൺലൈൻ രംഗത്ത് ഒന്നും ഓപ്പൺ ചെയ്യാണ്ടാവില്ല, എല്ലാം റെഡി ആയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെ പുറത്ത് ന്യൂസ് ലൈവായിട്ട് അതും ഉണ്ടാവും, ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഉസ്താദ് ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉസ്താദ് ക്ലോസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ SGVയുടെ പിന്നെ 24 മണിക്കൂറും ക്ലാസ്സിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിന് അതിന്റെ അടിയിൽ സ്കൈപ്പ് കോൾ വന്നാല് അത് റെക്കോർഡിൽ വരുന്നുണ്ട്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. നാളെ റെക്കോർഡ് പ്ലേ ചെയ്യിച്ചാൽ റൂട്ട് പറഞ്ഞിരുന്നതിനെ കുറിച്ചൊക്കെ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതെ സ്കൈപ്പ് കോൾ വരുന്ന ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഉസ്താദ് അധിക സമയത്ത് ഉസ്താദിന്റെ സിസ്റ്റം റെക്കോർഡിങ്ങിലായതുകൊണ്ട് ഉസ്താദ് ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ ഒന്ന് ആദ്യം ക്ലോസ് ചെയ്യുക. അതായത് സ്കൈപ്പ് ആയാലും പിന്നെ ജിടോക്ക് ആയാലും ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഉസ്താദ് ഇത് മാത്രമേ പ്രത്യേകിച്ച് മെനി ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് DND ഇട്ടതിന് ശേഷം എല്ലാ സംഭവങ്ങളും വൈലക്സ് അല്ലാത്ത മറ്റതിനകത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ച എല്ലാ സംഭവങ്ങളും ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഉസ്താദിന്റെ സിസ്റ്റത്തിന് ഹാർഡ്വെയർ ആയിട്ട് തന്നെ കുറച്ച് പിന്നെ പ്രോബ്ലം ഉണ്ട്. ഇൻഷാല്ലാ അത് പിന്നെ ഇൻഷാല്ലാ അടുത്ത് തന്നെ നമുക്ക് റെഡിയാക്കാം. മറ്റേത് ഉസ്താദിനിപ്പോ സോഫ്റ്റ്വെയർ സംബന്ധമായ പ്രശ്നത്തെക്കാൾ കൂടുതൽ ഹാർഡ്വെയർ പരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഉസ്താദിന്റെ PC-ക്കുള്ളത്. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതായതുകൊണ്ട് ഞാൻ ജാറങ്കണ്ടിയും അത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ താമസിയാതെ തന്നെ ഞാനല്ലെങ്കിൽ ജാറങ്കണ്ടി എന്തായാലും ഉസ്താദിന്റെ റൂമിൽ എത്തും ഈ പെരുന്നാൾ ദിവസങ്ങളിൽ തന്നെ. ഇൻഷാല്ലാ ആ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആയിക്കോട്ടെ. നമ്മുടെ മാസ്റ്റർ നേരത്തെ പറഞ്ഞു റിയൽ പ്ലെയർ ഡൗൺലോഡ് മാനേജർക്ക് പകരം ഉപയോഗിക്കാം. റിയൽ പ്ലെയർ നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനല്ല ഉപയോഗിക്കുന്നത്. ഇത് അതല്ല പ്രശ്നം. അതായത് നമ്മൾ ഒരു സംഗതി പിന്നെ എന്തൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വരെ കഴിയില്ല. അപ്പോഴും പറയുന്നത് ഇതിൽ ഡൗൺലോഡ് മാനേജർ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ റിയൽ പ്ലെയർ റിയൽ പ്ലെയർ എന്ന് പറഞ്ഞാൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനല്ലേ. ഇതല്ല, ഒരു കാര്യം പിന്നെ ഒരു സോഫ്റ്റ്വെയർ പോലും ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം അതിനാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും പിന്നെ ഡൗൺലോഡ് മാനേജർ പിന്നെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. ഓക്കെ എന്നാണ്. അസ്സലാമു അലൈക്കും. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ PC ആണ് ഉപയോഗിക്കുന്നത്? കമ്പനിയുടെ PC എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നിടത്തുള്ള PC ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്?
അത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ യൂസ് ചെയ്യുന്ന PC ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതാണോ പിന്നെ വിൻഡോസിന്റെ ഡൗൺലോഡ് തന്നെ മതി. അതെ, അബുറഫ് അടിച്ചത് പോലെ തന്നെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ഡൗൺലോഡ് മാനേജറുടെ ആവശ്യമില്ല. ഗൂഗിൾ ക്രോമ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ബ്രൗസർ ഏതാണ്? ഇപ്പൊ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രൗസർ ഏതാ? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണോ? ക്രോം? അത് നിങ്ങൾ ക്രോം ഒന്ന് റിമൂവ് ചെയ്യുക, പൂർണ്ണമായിട്ടും സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക. അതിനുശേഷം സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും ഫയൽ മിസ്സിംഗ് ഉണ്ടാവും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തത്. എന്തെങ്കിലും ഫയൽ മിസ്സിംഗ് ഉണ്ടാവും. നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്താൽ മതി, രണ്ടാമതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഈ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് അടുത്ത ആഴ്ച പരിചയപ്പെടുത്താം. അതിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും. അൺഇൻസ്റ്റാൾ ചെയ്യുന്നിടത്തും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, റിമൂവ് ചെയ്യുന്ന കാര്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, സിസ്റ്റം ടൂൾസിൽ പോയിട്ട് ആ ഫയലുകൾ അടുക്കി വെക്കാനുള്ളത്. അതിന് ശേഷമുള്ളത് എന്താണെന്ന് കിട്ടില്ല, അപ്പോൾ എടുത്തിട്ട് കിട്ടിയതില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, സിസ്റ്റം ടൂൾസ് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഞാൻ ഇവിടെ അടിക്കണ ഈ ഡിസ്ക് ഇതാണ് കാണിക്കുന്നത്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതിയോ ഒന്ന്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, മാഷാ അല്ലാഹ്, നമ്മളെ ഉമർ മക്ക അത് തന്നെയാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ മതി. ഓക്കെ, അത് ഇതാക്കും. നേരത്തെ ആ സുഹൃത്ത് ഇതിന് മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നോ ഡൗൺലോഡ് മാനേജർ? നിങ്ങൾ ഇതിന് മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? അത് അദ്ദേഹം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിനുള്ള മരുന്നാണ് ഇപ്പൊ അബൂറഫ് പറഞ്ഞത്. അത് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഒരു പക്ഷെ അതിന്റെ ഫയല് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗൂഗിൾ ക്രോമിനകത്ത് തന്നെ നിങ്ങൾക്കത് പിന്നെ റിമൂവ്, അതിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതിനുള്ള മെത്തേഡ് പറഞ്ഞാൽ അടുത്ത ആൾ മൈക്ക് എടുത്തോട്ടെ. അസ്സലാമു അലൈക്കും. എന്റെ സിസ്റ്റം ഭയങ്കര സ്ലോ ആണ്, അതെന്താണെന്ന് പറയാമോ? ഒന്ന് പെട്ടെന്ന് സ്പീഡിൽ വരാൻ വേണ്ടിട്ട്. അല്ല, ഇനിയിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു മണിക്കൂറോളം സമയം എടുക്കും. എന്തായാലും ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്, പിന്നെ ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? മാഷാ അല്ലാഹ്, അബൂറഫ റെക്കോർഡർ ആണ്. അപ്പോ ഇൻഷാ അല്ലാഹ് സുഹൃത്തൊന്ന് ഈ അബൂറഫയുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് അതിന്റെ റെക്കോർഡ് കിട്ടുക. അത് തന്നെയായിരുന്നു നമ്മൾ ഇത്രയും സമയമായിട്ട് 1.5 മണിക്കൂറായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും അനുവദിച്ച സമയം അതിന് കൂടുതൽ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി എന്തായാലും 1-2 പേര് മാത്രം മൈക്ക് എടുക്കുക. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും നോക്കാം എന്നറിയിച്ചു. മൈക്ക്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സാറേ, നമ്മുടെ സിസ്റ്റം ലാപ്ടോപ്പാണ് ഇപ്പൊ അത് ഫോർമാറ്റ് ചെയ്തിരുന്നു. അത് കേൾക്കുന്നുണ്ടല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ, ഇപ്പൊ അടുത്ത് എന്റെ സിസ്റ്റം ഫോർമാറ്റ് ചെയ്തത്. അതിനുശേഷം ചെറിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നെറ്റ് അങ്ങ് ജാമായി പോകും, നെറ്റ് കട്ടായ പോലെ. പക്ഷെ നമ്മൾ സിസ്റ്റമിൽ താഴെ കാണിക്കും, റേഞ്ച് ഫുള്ള് കാണിക്കും, പക്ഷെ അതിൽ ഓപ്പൺ ആവില്ല, ആ ലിസ്റ്റ് ഒന്നും വരില്ല. പിന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ നോക്കിയാൽ ഷട്ട് ഡൗൺ ആവില്ല. ഒരുപാട് ഷട്ട് ഡൗണിൽ പോയി കുറേ ഇങ്ങനെ കറങ്ങുന്നല്ലാതെ ഷട്ട് ഡൗൺ ആവില്ല. പിന്നെ ഞാൻ ഫോഴ്സ് ചെയ്ത് പെട്ടെന്ന് ഷട്ട് ചെയ്യലാന്ന്. അത് അതിന്റെ ഫയൽ നഷ്ടപ്പെടാനും അത് സിസ്റ്റമിന് തകരാറ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഒരു ദിവസം ഒരുപാട് സമയം ഇങ്ങനെ ഞാൻ ഫോഴ്സിലി ഷട്ട് ഡൗൺ ചെയ്യലുണ്ട്, ബട്ടൺ അമർത്തി ഷട്ട് ഡൗൺ ചെയ്യലാണ്. ഷട്ട് ഡൗണിൽ പോയാലാവില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം വരുന്നതെന്ന് അറിയിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. ഓക്കെ, അത് നിങ്ങൾ തന്നെ ഫോർമാറ്റ് ചെയ്തതാണോ? അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആരെങ്കിലും ഫോർമാറ്റ് ചെയ്ത് തന്നതാണോ എന്ന് പറയോ? ഇപ്പൊ ചോദിച്ച സുഹൃത്തിന് ടെക്സ്റ്റ് ഡോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കും. ആരാണ് ചോദിച്ചത്? ബാബ ജുനൈദാണോ?
ബാബ ജുനൈദ്, അതെ. ഓക്കെ, ബാബ ജുനൈദ് കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ഫോർമാറ്റ് ചെയ്ത് തന്നതാണോ നിങ്ങൾക്ക്? കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ തന്നെ ഫോർമാറ്റ് ചെയ്ത് തന്നതാണോ? അതെ. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുക. ഒന്നുകിൽ നിങ്ങളുടെ വിൻഡോസിനകത്തുള്ള ഏതെങ്കിലും ഫയൽ മിസ്സിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് വൈറസ് ഉണ്ടാവും. രണ്ടാലൊരു കാരണം കൊണ്ട് ഒന്നും കൂടി നിങ്ങൾ അതിന്റെ വിൻഡോസിന്റെ CD ഇട്ടിട്ട് അതിന്റെ ഫോർമാറ്റ് ഡിസ്ക് ഇട്ടിട്ട് ഒന്നുകൂടി അതൊന്ന് റിപ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ലാപ്ടോപ്പ് വാങ്ങുന്നവരൊക്കെ ഇത് ഫോർമാറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് അതിന്റെ ബാക്കപ്പ് CD അതിനകത്ത് നിന്നും ആദ്യം നിങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം മാത്രം ഫോർമാറ്റ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഓൾ പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സിസ്റ്റം ബാക്കപ്പ് CD എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ബാക്കപ്പ് CD എടുക്കാൻ സാധിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവരെന്ത് ചെയ്തു അതിന്റെ ബാക്കപ്പ് CD നിങ്ങൾക്ക് എടുത്തു തരും. അത് ചിലപ്പോൾ 3-4 DVD തന്നെ വേണ്ടിവരും അതിന്. ആ ബാക്കപ്പ് CD എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ സിസ്റ്റത്തിനകത്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ആ 4 ഡിസ്ക് ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 5 DVD അത് ഓർഡർ പ്രകാരം അതിനൊരു നമ്പർ കൊടുക്കുക. 1 തൊട്ട് 5 വരെ ആണെങ്കിൽ 5 വരെ നമ്പർ കൊടുക്കുക. ഓർഡർ പ്രകാരം സിസ്റ്റത്തിൽ ഫസ്റ്റിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ CD ആണ് നിങ്ങൾ ഇട്ടിട്ട് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ തന്നെ ചോദിക്കും പ്രസ് എനിക്ക് പിന്നെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും അത് ബൂട്ട് ചെയ്യണോ വേണ്ട എന്നുള്ളത്. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ആ CD-യിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ പിന്നെ CD പുറത്തു വരികയും രണ്ടാമത്തെ CD അതിനകത്തേക്ക് ഇടാൻ സിസ്റ്റം ആവശ്യപ്പെടുമ്പോൾ രണ്ടാമത്തെ CD ഇട്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ 5 CD കഴിയുന്നത് വരെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും, പിന്നെ ഒരു ഡ്രൈവർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ഫോർമാറ്റ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നിങ്ങളുടെ ആ സിസ്റ്റത്തിനകത്തുള്ള അതിന്റെ വിൻഡോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആ CD-ക്കകത്ത് കിട്ടും. അപ്പൊ അത് എടുത്തു വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, സിസ്റ്റം ഫോർമാറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ CD അതിനകത്ത് നിങ്ങൾക്ക് അതിന്റെ ബാക്കപ്പ് CD എടുക്കാൻ സാധിക്കും. ഇപ്പൊ വരുന്ന എല്ലാ ലാപ്ടോപ്പുകൾക്കും നിങ്ങൾക്ക് ആ CD എടുക്കാൻ സാധിക്കും. അത് അറിയുന്ന ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മൈക്കൂട്ട് എന്തായാലും ഇൻഷാല്ലാ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ID-യിലേക്ക് ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്താൽ മതി. എന്തായാലും ഈ ആഴ്ചത്തെ ക്ലാസ് ഒരുപാട് പാകപ്പിഴകൾ ഉണ്ടാവാം, പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എങ്കിൽ കൂടിയും അറിയുന്നവരെന്ത് ചെയ്യുക, അത് തിരുത്തി തരിക. പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നുകൂടി അറിയിച്ചു.